താൻ മരിക്കാൻ പോവുകയാണെന്ന് മാത്രമേ പോൾ പോട്ടിന് അറിയാമായിരുന്നുള്ളൂ. എന്നാൽ താനിപ്പോൾ എവിടെയാണെന്നോ, തന്റെ മരണശിക്ഷ നടപ്പാക്കാൻ പോകുന്ന തന്റെ സ്വന്തം സഖാക്കൾ ആരാണെന്നതോ അയാൾക്കറിയില്ലായിരുന്നു. 1998 ഏപ്രിൽ 15-ന് തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ ഒരു ജംഗിൾ ഔട്ട് പോസ്റ്റിൽ രാത്രി 10 മണിയോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ തനിക്കരികിൽ ഉറങ്ങാതിരിക്കുന്ന തന്റെ ഭാര്യ ഗിയു പൊന്നാരിയെ പോൾ പോട്ട് ഒന്നുകൂടി നോക്കി. അവൾ ഒരു നിസ്സംഗ ഭാവം കൈവരിച്ചിരിക്കുന്നതായും വരാനിരിക്കുന്നതെന്തായാലും നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞെന്നും അയാൾക്ക് മനസ്സിലായി. കഴിഞ്ഞ 18 വർഷമായി ഈ കാട്ടിൽ മുറിവേറ്റ് കിടക്കുകയായിരുന്നു താനെന്ന യാഥാർത്ഥ്യം പതുക്കെ അയാൾ ഉൾക്കൊണ്ടു. ഏറെ നാളായി കാട്ടിലെ ദിനവൃത്താന്തങ്ങളിൽ ദിവസങ്ങൾ എണ്ണാൻ മറന്നുപോയിരിക്കുന്നു. ജീവിതത്തിൽ ഇന്നുവരെയായി സ്വന്തം സഖാക്കളെ എന്നല്ല ഒന്നിനെയും വിശ്വസിക്കാതെ തന്നെ നാളെ കോടതി മുറിയിലേക്ക് ഇവർ ആട്ടിത്തെളിക്കും. തന്റെ കൂടെയുള്ള സഖാക്കൾ തന്നെ. 3 വർഷവും 8 മാസവും 20 ദിവസവും താൻ ഭരിച്ച, വിധി നിർണയിച്ച കംബോഡിയ നാളെ പോൾ പോട്ട് എന്ന തന്റെ വിധി പറയും. മരിക്കാൻ തനിക്ക് ഭയമില്ല. പക്ഷെ അവർ തന്നോട് കണക്കുകൾ ചോദിക്കാൻ തുടങ്ങുകയും താൻ നിസ്സഹായനായി മറുപടി പറയാൻ ഇരുന്നു കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നത് അസഹ്യമാണ്. മരണം തന്നെ അനുഗ്രഹിക്കാത്തതെന്തെന്ന് അയാൾ പിറുപിറുത്തു. ടെന്റിലെ ദ്വാരങ്ങൾ തുളച്ച് മുഖത്തേക്കടിക്കുന്ന തണുത്ത കാറ്റ് പ്രഗ്ബാവിന്റെ ഗന്ധമുള്ളതായി പോൾ പോട്ടിന് തോന്നി. സലോത്സാർ എന്ന പേരിൽ താൻ ജനിച്ച പ്രഗ്ബാവ്. അവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ ബാർബ് മത്സ്യങ്ങളെ പിടിക്കാൻ വയലിലേക്ക് ഇറങ്ങുമ്പോൾ മൂക്കിലേക്ക് തുളച്ചു കയറാറുള്ള നെല്ലിൻ തണ്ടിന്റെ മണം. അയാൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഭാര്യയോ അയാൾക്ക് പിന്നാലെ എഴുന്നേറ്റ് ഇനി എന്ത് എന്ന ചോദ്യത്തോടെ പോൾ പോട്ടിനെ നോക്കി. എനിക്ക് നിന്നോട് സംസാരിക്കണം, അയാൾ പറഞ്ഞു. ഇനി ഒരിക്കലും ഇതുപോലൊരു രാത്രി ആവർത്തിച്ചെന്ന് വരില്ല. ഞാൻ തെറ്റുകൾ ചെയ്തുവെന്ന് എന്നെ വിചാരണ ചെയ്യുന്നവർ ആരോപിക്കും. അവരെനിക്ക് കംബോഡിയയിലെ തന്നെ ഏറ്റവും നാണം കെട്ട മരണം വിധിക്കും. ഇനി നിന്നോട് ചേർന്നിരുന്ന് എനിക്ക് എന്നെക്കുറിച്ച് സംസാരിക്കാനാവില്ല ഖിയു. നീ എന്നോട് ചേർന്നിരിക്കുക. എൻ്റെ മൂക്കിലിടിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൻ്റെ ഗന്ധമാണ്. നെല്ലിൻ്റെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും അറിയില്ലാത്ത പ്രഗ്ബാവ് ഗ്രാമത്തിൻ്റെ. എനിക്ക് നിന്നോട് സംസാരിക്കണം ഖിയു. മരിക്കും മുമ്പ് എനിക്ക് എന്നിലൂടെ ഏറെ ദൂരം കൂടി പോകണം. ഞാനിപ്പോൾ പോൾ പോട്ടല്ല, എൻ്റെ ഗ്രാമത്തിലെ ആ 10 വയസ്സുകാരൻ സലോത് സാറാണ്. ഖിയുവിന് അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ തന്നെ എല്ലാം വ്യക്തമാകുന്നുണ്ടായിരുന്നു. അവൾ ആ നിസ്സഹായതയോട് ചേർന്നിരുന്നു. തങ്ങളുടെ രണ്ടുപേരുടെയും വിധി രണ്ടല്ല ഒന്നാണെന്ന പോലെ. പോൾ പോട്ട് അല്ല, സലോത് സർ സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ പ്രാണൻ സെൻ നദിയായിരുന്നു. അതിലെ കലങ്ങിയ വെള്ളത്തിന് ചുറ്റുമായിട്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. എപ്പോഴും നനഞ്ഞ കാറ്റടിക്കുന്ന, വായുവിൽ വെള്ളത്തിൻ്റെയും നെല്ലിൻ്റെയും ബാർബ മത്സ്യത്തിൻ്റെ ചെതുമ്പലിൻ്റെയും ഗന്ധമുള്ള പ്രഗ്ബാവ്. ഞാൻ ലോകത്തിലേക്ക് വന്ന നിമിഷം എനിക്ക് ഓർമ്മയില്ല. അത് 1925 മെയ് ആയിരുന്നുവെന്നാണ് പിന്നീട് എല്ലാവരും എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ വന്ന ലോകം എനിക്ക് ഓർമ്മയുണ്ട്. പച്ച നെൽപ്പാടങ്ങളും സ്വർണ്ണ ഈന്തപ്പനകളും ഭൂമി ഉഴുതുമറിക്കുന്ന കാളകളുടെ താളാത്മകമായ ശബ്ദവും നിറഞ്ഞ ഒരു ശാന്തമായ ലോകമായിരുന്നു അത്. വലിയ തൂണുകൾക്ക് മുകളിലായിരുന്നു ഞങ്ങളുടെ വീടെന്ന് ഞാൻ ഓർക്കുന്നു. എല്ലാ വർഷവും 2 തവണ സെൻ നദി ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നുകാരനായി വരും, ഞങ്ങളെക്കാൾ വലിയ പെരുമ്പാമ്പുകളെയും കൊണ്ട്. തൂണിന് മുകളിലെ വീടുകളിലിരുന്ന് ആ പാമ്പിൻ കൂട്ടം ഞങ്ങളുടെ കോഴികളെ വിഴുങ്ങാൻ പുളഞ്ഞു കയറി വരുന്നത് കണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പടികളിൽ നിന്ന് വയലുകൾക്കപ്പുറത്തേക്ക് നോക്കുമ്പോൾ പഞ്ചസാരക്കായ വിളയുന്ന ഈന്തപ്പനകളും നദിയുടെ വിദൂര തിളക്കവും മാത്രം. ആ കാഴ്ചകൾ എന്നെ ഒരിക്കലും വിട്ടുപോയില്ല ഖിയു. ഞാനിപ്പോഴും അവിടെ തന്നെയാണ്. എൻ്റെ അച്ഛൻ സലോത് സുവോങ് ഒരു ഭൂവുടമയായിരുന്നു. എന്നാൽ നോംപെന്നിലെ വലിയ ധനികരെ പോലെയായിരുന്നില്ല അച്ഛൻ. ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. വിളവെടുപ്പ് കാലത്ത് മറ്റ് കർഷകരെ കൂലിക്കെടുക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ആവശ്യത്തിന് ഭൂമിയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരിക്കലും അരിക്ക് കുറവുണ്ടായില്ല. എൻ്റെ അമ്മ സോക്നും അച്ഛൻ്റെയും ഞങ്ങൾ മക്കളുടെയും പരിധികളുടെ അപ്പുറത്തായിരുന്നു. അവർക്കെപ്പോഴും ചന്ദനത്തിരികളുടെ ഗന്ധമായിരുന്നു. ബുദ്ധഭഗവാനോട് ആവശ്യങ്ങൾ പറയുന്നതിൻ്റെ പകുതി പോലും അമ്മ ഞങ്ങളോട് സംസാരിച്ചിരുന്നില്ല. സന്യാസിമാരെ ഊട്ടുന്നത് പോലെ ഒരിക്കലും അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. കള്ളം പറയരുതെന്നും മോഷ്ടിക്കരുതെന്നും ഭക്ഷണം പാഴാക്കരുതെന്നും എന്നെ പഠിപ്പിച്ചത് അവരാണ്. നിയമം അതായതുകൊണ്ടല്ല, മറിച്ച് അതാണ് ശരിയെന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ അത് പഠിപ്പിച്ചത്. അവരൊരു വല്ലാത്ത മാസ്മരികതയുള്ള സ്ത്രീയായിരുന്നു. ഞങ്ങൾ 9 പേരായിരുന്നു, എൻ്റെ സഹോദരി സഹോദരന്മാർ. പക്ഷേ എല്ലാവരും ഗ്രാമത്തിലെ ദയയില്ലാത്ത പ്രളയവും ഈർപ്പവും അതിജീവിച്ചില്ല. ചൂടിലും വെള്ളപ്പൊക്കത്തിലും എപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്ന രോഗം അവരിൽ 2 പേരെ നേരത്തെ കൊണ്ടുപോയി. 8ാമത്തെ കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അവർ പറയുന്നതെല്ലാം കേൾക്കാൻ വലിയ രസമായിരുന്നു. എങ്കിലും ഒരേ സമയം ധാരാളം ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം എനിക്കൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ഒരു തവണ ഒരാൾ മാത്രം സംസാരിക്കണം. അതായിരുന്നു കംബോഡിയയിലും ഞാൻ ആഗ്രഹിച്ചത്. മരക്കൂട്ടങ്ങളും എൻ്റെ കാൽവിരലുകൾക്കിടയിൽ അരഞ്ഞുതീരുന്ന മണ്ണും അകലെ നിന്നും കേൾക്കുന്ന സന്യാസിമാരുടെ മന്ത്രങ്ങളുടെ പിറുപിറുപ്പുമെല്ലാം ഞാൻ ആസ്വദിച്ചു. എനിക്ക് കഴിയുമ്പോഴെല്ലാം ഞാൻ വയലുകളിൽ അച്ഛനെ സഹായിച്ചു. ചിലപ്പോൾ ഞാൻ തവളകളുടെ പിന്നാലെ ചെരുപ്പില്ലാതെ ഓടും. അല്ലെങ്കിൽ കുളത്തിനരികിൽ ഒരു വടിയും നൂലും കൊണ്ട് വലിയ തുമ്പികളെ പിടിക്കും. ഞാനവ എൻ്റെ ദരിദ്രരായ കൂട്ടുകാർക്ക് സമ്മാനിക്കും. അവരത് ചുട്ടു തിന്നുന്നത് കാണും. അന്ന് ജീവിതത്തിൽ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾക്ക് ഒരുപാട് ദൈർഘ്യമുണ്ടായിരുന്നു. ഋതുക്കൾ പ്രവചനാത്മകമായിരുന്നു. മഴ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ മഴ ഞങ്ങളുടെ ഗ്രാമത്തിൽ പെയ്തു. സൂര്യൻ തിരിച്ചെത്തുമ്പോൾ മുഴുവൻ ഗ്രാമവും ഒരു വറചട്ടി പോലെ ആവിയിൽ പൊഴുത്തു. അതായിരുന്നു ഞങ്ങളുടെ ലോകം.
6 7 വയസ്സുള്ളപ്പോഴാണ് അമ്മ എന്നെ അടുത്തുള്ള ബുദ്ധക്ഷേത്രത്തിലേക്ക് അയച്ചത്. എല്ലാവരെയും പോലെ എൻ്റെ മാതാപിതാക്കളും വിശ്വസിച്ചത് ഒരു ആൺകുട്ടി ജീവിതം മനസ്സിലാക്കണമെങ്കിൽ സന്യാസിമാരിൽ നിന്നും പഠിക്കണമെന്നാണ്. അവിടെ വെച്ചാണ് ഞാൻ ഖമർ വായിക്കാനും എഴുതാനും പാലിവാക്യങ്ങൾ ജപിക്കാനും ബുദ്ധൻ്റെ കഥകൾ മനസ്സിലാക്കാനും പഠിച്ചത്. ആ വലിയ ക്ഷേത്രങ്ങളുടെ നിശ്ചലത എനിക്കിഷ്ടപ്പെട്ടു. ധൂപങ്ങളുടെ ഗന്ധം, സന്യാസിമാർ കടന്നു പോകുമ്പോൾ വസ്ത്രങ്ങൾ ഉരയുന്ന ശബ്ദം. അങ്ങനെ ശബ്ദവും ഗന്ധവുമായിരുന്നു ഞാനവിടെ. ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റു, നിശബ്ദമായി പ്രാർത്ഥിച്ചു, മിതമായി ഭക്ഷണം കഴിച്ചു. ഞാനൊരു മിടുക്കനായ വിദ്യാർത്ഥിയൊന്നുമല്ലായിരുന്നു. പക്ഷേ എനിക്ക് പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും വാശിയുണ്ടായിരുന്നു ക്യൂ. അതുകൊണ്ടാവണം ഞാൻ ബുദ്ധഭഗവാനോട് ബഹുമാനമുള്ളവനും ഗൗരവപ്രകൃതിയാണെന്നും സന്യാസിമാർ എൻ്റെ അമ്മയോട് പറഞ്ഞത്. അനുസരണാശീലത്തെക്കുറിച്ചും തുടർച്ചയായ ശീലങ്ങളിലൂടെ കംബോഡിയക്കാരെ എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ഞാൻ പഠിച്ചത് അക്കാലത്തായിരുന്നു. ക്ഷേത്രം വിട്ടതിന് ശേഷവും ആ പാഠങ്ങൾ ദാ ഈ രാത്രി വരെയും എന്നിലുണ്ട് ക്യൂ. ഭൂമി സൃഷ്ടിച്ച നാഗസർപ്പത്തെക്കുറിച്ചും ഖമർ രാജാക്കന്മാരെക്കുറിച്ചും അങ്കോർ ക്ഷേത്രത്തെക്കുറിച്ചുമെല്ലാം ഞാൻ പഠിച്ചത് അക്കാലത്താണ്. എന്നാൽ പതിയെ പതിയെ എൻ്റെ ഗ്രാമം മാറാൻ തുടങ്ങുന്നത് എനിക്ക് മനസ്സിലായിരുന്നു. ഇടയ്ക്കിടെ പട്ടണത്തിലൂടെ ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് കൗതുകമുണ്ടാക്കുന്നതായിരുന്നു. അവരുടെ ചർമ്മം വിളറിയിരുന്നെങ്കിലും വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരുന്നു. അവരുടെ ഭാഷ അന്യമായിരുന്നു. അവർ എൻ്റെ പിതാവിനോട് പരുഷമല്ലാത്തതെങ്കിലും ഒരിക്കലും ബഹുമാനമില്ലാത്ത സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ എൻ്റെ അച്ഛനോട് ആരും അങ്ങനെ സംസാരിച്ചിരുന്നില്ല. ആ ഫ്രഞ്ചുകാരുടെ അപ്പപ്പോഴുള്ള മാനസികാവസ്ഥ അനുസരിച്ച് അവരെൻ്റെ അച്ഛനെ ചിലപ്പോൾ സാവേജ് എന്നോ മറ്റു ചിലപ്പോൾ മോൺസിയർ എന്നോ ആണ് വിളിച്ചിരുന്നത്. അവരെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ക്യൂ. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞത് അവരെ ഭയപ്പെടണമെന്നാണ്. ഞങ്ങൾ എന്തിനാണ് അവരെ വണങ്ങിയതെന്ന് ഞാൻ ഒരിക്കലും അമ്മയോടും ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് അവർ നമ്മുടെ ഭരണാധികാരികളാണെന്നും അവർ നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നുമാണ്. അതെനിക്ക് അന്നും ഇന്നും മനസ്സിലാവാത്ത കാര്യമായിരുന്നു ക്യൂ. എൻ്റെ മൂത്ത സഹോദരൻ ലോത്സുവോങ്ങിന് അക്കാലത്താണ് നനച്ചിരിക്കാതെ ഒരു ഭാഗ്യം ലഭിച്ചത്. നോംപെനിലെ റോയൽ പാലസിൽ ഒരു വീട്ടുജോലിക്കാരനായി ലോത്ത് ഗ്രാമം വിട്ടുപോയി. ചിലപ്പോഴൊക്കെ അദ്ദേഹം വീട്ടിലേക്ക് കത്തെഴുതുമായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ തലസ്ഥാനത്തെക്കുറിച്ചുള്ള കഥകളും കാറുകളും ഫ്രഞ്ച് സ്കൂളുകളും നഗരവിളക്കുകളും സ്വർണ്ണവാച്ചുകളുള്ള ധനികരുമെല്ലാം ലോത്തിന്റെ കഥകളിൽ നിറഞ്ഞു നിന്നു. ആ ലോകത്തെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ എനിക്കതിൽ അസൂയ തോന്നിയില്ല. എനിക്കെൻ്റെ ഗ്രാമം ഇഷ്ടമായിരുന്നു. ലാളിത്യവും ഗ്രാമത്തിലെ പാവപ്പെട്ട മനുഷ്യരും എനിക്ക് ജീവനായിരുന്നു. പക്ഷേ ഞാൻ ജിജ്ഞാസുവായിരുന്നു ഖിയു. അതെല്ലാം കാണണമെന്ന് എനിക്ക് അതിയായ ആശയമുണ്ടായിരുന്നു. എൻ്റെ കസിൻ മീക്ക് അക്കാലം റോയൽ പാലസിലെ വലിയ പ്രമാണിയായ ഒരാളായിരുന്നു. എൻ്റെ ഗ്രാമത്തിലുള്ളവരെല്ലാം അസൂയയോടെ പറഞ്ഞിരുന്നത് മീക്ക് അക്കാലത്തെ മോണിവോങ് രാജാവിൻ്റെ വെപ്പാട്ടിയായിരുന്നു എന്നാണ്. അപ്പോൾ വെപ്പാട്ടി എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്തായാലും മീക്കിന് ലഭിച്ച സൗഭാഗ്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ രാജകുടുംബവുമായി അടുപ്പിച്ചുവെന്ന് മാത്രം. മീക്ക് തന്നെയാണ് എനിക്ക് നോംപെന്നിൽ പഠിക്കാനുള്ള അവസരമുണ്ടാക്കി തന്നതും. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രാമത്തിലെ എപ്പോഴും ചൂടുനീരാവി പൊങ്ങുന്ന കാറ്റിൽ നിന്നും അകന്നു പോന്നു. എനിക്ക് തന്നെ അജ്ഞേയമായ ഭൂമിയിലേക്ക് ഞാൻ എന്നെ പറിച്ചു നട്ടു. നോംപെൻ എന്നെ സ്വീകരിച്ചു. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിലോ, പെക്സ്ബൗവിൽ നിന്ന് ഞാൻ ഒരിക്കലും പോയില്ലായിരുന്നെങ്കിലോ ലോകം ഇങ്ങനെ ആകുമായിരുന്നോ? പെക്സ്ബൗ ആയിരുന്നു നോക്കിയോ എൻ്റെ ലോകം. നഗരങ്ങൾ എൻ്റെ കംബോഡിയയിലേക്ക് വരും മുമ്പ്, പാരീസിന് മുമ്പ്, വിപ്ലവത്തിന് മുമ്പ്, അവിടെ വെച്ചാണ് ഞാൻ നിശബ്ദതയും അച്ചടക്കവും ഘടനയും അദൃശ്യശക്തികളും എന്താണെന്ന് പഠിച്ചത്. നെൽകൃഷിയുടെ താളവും സന്യാസിമാരുടെ മന്ത്രങ്ങളും സന്ധ്യാസമയത്ത് നദിയുടെ നിശബ്ദതയും ചേർന്ന് ഞാൻ ആദ്യമായി രൂപപ്പെട്ടത് അവിടെ വെച്ചാണ്. എന്നിട്ടും ഞാൻ പെക്സ്ബൗ വിട്ടു. പക്ഷെ പെക്സ്ബൗ ഒരിക്കലും എന്നെ വിട്ടുപോയില്ല. എൻ്റെ ചെറുപ്പകാലം ഓർക്കുമ്പോൾ 1934നും 1941നും ഇടയിലുള്ള വിചിത്രവും ശാന്തവുമായ വർഷങ്ങളിലേക്ക് ഞാൻ പലപ്പോഴും കൗതുകത്തോടെ മടങ്ങിയെത്താറുണ്ട്. ഞാൻ നഗരത്തിലെത്തുമ്പോൾ എനിക്ക് വെറും 9 വയസ്സായിരുന്നു. തലസ്ഥാനം പൂർണ്ണമായും മറ്റൊരു ലോകമായിരുന്നു. അതിൻ്റെ ഗ്രാമം പോലെയായിരുന്നില്ല ഖിയോ. അവിടെ ആകാശം വലുതായും വായുവിന് കൂടുതൽ മൂർച്ചയുള്ളതായും തോന്നി. തെരുവുകളിൽ കാറുകളും സ്കൂളുകളിൽ മണികളും കൈകളിൽ പുസ്തകങ്ങളും തലയിൽ നിറയെ നമുക്ക് അജ്ഞാതമായ ഉത്തരവാദിത്തങ്ങളും വഹിച്ചു നടക്കുന്ന ആളുകളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. കസിൻ മീക്കിനൊപ്പം രാജകൊട്ടാരത്തിനടുത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അവൾക്ക് രാജകുടുംബത്തിലുള്ള സ്വാധീനം മൂലം ഞാൻ ആദ്യം ഒരു ബുദ്ധമത വിഹാരത്തിലും പിന്നീട് ഒരു ഫ്രഞ്ച് കത്തോലിക്ക സ്കൂളിലും ചേർന്നു. നോംപെന്നിലെ ആശ്രമത്തിൽ കാവ്യവസ്ത്രങ്ങളുടെയും മൃദുവായ മന്ത്രങ്ങളുടെയും ഇടയിൽ ഞാൻ ജീവിച്ചു. പെക്സ്ബൗവിലെ എൻ്റെ ആദ്യകാലങ്ങളിൽ നിന്ന് അതത്ര വ്യത്യസ്തമായിരുന്നില്ല. എന്നാലും ഇവിടെ ആചാരങ്ങൾ കൂടുതൽ കർശനമായിരുന്നു. അധികാരശ്രേണി അവിടെ കൂടുതൽ വ്യക്തമായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ ജോലികളുണ്ടായിരുന്നു. ഒരു മരമണിയുടെ ശബ്ദം കേട്ടാണ് എന്നും ഞങ്ങൾ എഴുന്നേറ്റത്. ഞങ്ങൾ പാലി പഠിച്ചു. ടിപ്പിട്ടാക്കയിൽ നിന്നുള്ള വാക്യങ്ങൾ മനഃപ്പാഠമാക്കി. ഖമർ ലിപിയിലും ചരിത്രത്തിലും ബുദ്ധമത നിയമത്തിലും പരിശീലനം നേടി. മെഴുകിൻ്റെയും ചന്ദനത്തിൻ്റെയും സുഗന്ധവും മുറ്റത്ത് പ്രതിധ്വനിക്കുന്ന ഒരു ഗോങ്ങിൻ്റെ പൊള്ളയായ ശബ്ദവുമാണ് ആ ബുദ്ധമഠത്തെക്കുറിച്ച് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത്. എല്ലാ ദിവസവും ഒരുപോലെ ആ നിശ്ചലതയിലായിരുന്നു സൗന്ദര്യം. സന്യാസോദ്യാനങ്ങൾ എനിക്കിഷ്ടമായിരുന്നു. നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി ഫ്രാങ്കിപ്പാനി മരങ്ങൾക്കിടയിൽ ഇരിക്കാനും ചിന്തകളെ മേഘങ്ങൾ പോലെ ഒഴുക്കിവിടാനും ആ ഉദ്യാനങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തത്. വായിക്കുന്നതായി നടിച്ചുകൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിൽ അവിടെ ചെലവഴിച്ചു. സന്യാസിമാർ സർവ്വസംഘ പരിത്യാഗികളാകുന്നതിനെക്കുറിച്ചുള്ള പാഠമായിരുന്നു അവിടെ മുഴുവൻ പഠിപ്പിച്ചിരുന്നത്.
പക്ഷേ എന്നിലെ എന്തോ ഒന്ന് അതിനെ എതിർത്തു. ദരിദ്രർ എന്തിനാണ് ധനികരെക്കാൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടത്? നമ്മുടെ ആളുകൾ വിദേശ ഭരണാധികാരികൾക്ക് മുന്നിൽ ഇങ്ങനെ ഓച്ഛാനിച്ചു നിൽക്കുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് എന്തിനാണ് അവർ നികുതി ചുമത്തുന്നത്? നമ്മുടെ ഭാഷയുടെ തനിമയെ അവരെന്തിനാണ് കേട്ടാൽ അറയ്ക്കുന്ന ഫ്രഞ്ച് ഭാഷയാൽ മൂടുന്നത്? സന്യാസിമാർ എന്നെ നിശബ്ദനായിരിക്കാനാണ് പഠിപ്പിച്ചത്. പക്ഷേ എൻ്റെ മനസ്സ് ഉത്തരങ്ങൾ കൊതിക്കാൻ തുടങ്ങിയിരുന്നു ഖിയോ. ഓരോ ദിനവുമേറുന്ന ഈ അസ്വസ്ഥതയാണ് എന്നെ കൊളോണിയൽ അധികാരികൾ നടത്തുന്ന ഒരു ഫ്രഞ്ച് കത്തോലിക്ക സ്കൂളായ എക്കോൾ മൈക്കിലേക്ക് മാറ്റിയത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ലാറ്റിൻ കേൾക്കുന്നത്, യൂറോപ്യന്മാരുണ്ടാക്കിയ റൊട്ടി രുചിക്കുന്നത്. കർമ്മത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവഹിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന നീണ്ട കറുത്ത വസ്ത്രം ധരിച്ച മനുഷ്യരെ ഞാൻ ആദ്യമായി കാണുന്നതും അവിടെ വെച്ചായിരുന്നു. ഫ്രഞ്ച് ക്ലാസ് മുറികൾ മങ്ങിയതെങ്കിലും ചിട്ടയുള്ളതായിരുന്നു. അവരുടെ ചുവരുകളിൽ ഫ്രഞ്ച് ജനറൽമാരുടെയും കത്തോലിക്ക വിശുദ്ധരുടെയും ഛായാചിത്രങ്ങൾ നിരന്നിരുന്നു. പുരോഹിതന്മാർ കർക്കശക്കാരായിരുന്നെങ്കിലും നീതിമാന്മാരായിരുന്നു. അവർ ഞങ്ങളെ ഗണിതവും ഫ്രഞ്ച് വ്യാകരണവും പഠിപ്പിച്ചു. അവർ പഠിപ്പിച്ച ചരിത്രം നമ്മുടേതായിരുന്നില്ല, മറിച്ച് യൂറോപ്പിൻ്റെയും നെപ്പോളിയൻ്റെയും ചാർലിമേൻ്റെയും ജോൺ ഓഫ് ആർക്കിൻ്റെയുമായിരുന്നു. കമ്പോങ് തോമിലെ പൊടി നിറഞ്ഞ തെരുവുകളിൽ നിന്ന് തികച്ചും വേറിട്ട് വളരെ വിശാലവും മിനുസപ്പെടുത്തിയതുമായിരുന്നു അവരുടെ ലോകം. മെഴുകുതിരി വെളിച്ചത്തിൽ ഞങ്ങൾ ഫ്രഞ്ച് വാക്കുകൾ പകർത്തി. മന്ത്രങ്ങൾ പോലെ അവ സ്വയം ഉരുവിട്ട് നീണ്ട രാത്രികൾ ചെലവഴിച്ചത് ഞാൻ ഓർക്കുന്നു. ജെസോയിസ് ടുവേസ് ഇല്ലെസ്റ്റ്. അതിൻ്റെ താളം എന്നെ സന്തോഷിപ്പിച്ചു. അത് എനിക്ക് വിചിത്രമായൊരു ശക്തി നൽകുന്നതായി തോന്നിച്ചു. അവിടെയും എൻ്റെ ഉള്ളിലെ അന്വേഷണ ത്വര എന്നെ തോൽപ്പിച്ചു ഖിയോ. ബുദ്ധമതാശ്രമത്തിൽ ഉള്ളിലേക്ക് നോക്കാൻ എന്നെ പഠിപ്പിച്ചിരുന്നു. കത്തോലിക്ക സ്കൂളിൽ അവർ ഞങ്ങളോട് പറഞ്ഞത് മുകളിലേക്ക്, ദൈവത്തിലേക്ക് നോക്കാനായിരുന്നു. എനിക്കിത് രണ്ടുമല്ല, പുറത്തേക്ക് നോക്കാനായിരുന്നു ആഗ്രഹം. കംബോഡിയയിലേക്ക്, അവിടെയുള്ള അഴുകിയ ചന്തകളിൽ വിറ്റുതീരുന്ന ജീവിതങ്ങളുടെ നേർക്ക്, ഇടവഴികളിലൂടെ ഓടുന്ന അഗ്നപാതരായ കുട്ടികളുടെ മുഖങ്ങളിലേക്ക്, തളർന്ന വിളക്കുകൾക്ക് കീഴിൽ ചാരായമൂതുന്ന പുരുഷന്മാരിലേക്ക്, മെച്ചപ്പെട്ട എന്തെങ്കിലും സ്വപ്നം കാണുന്ന ഫ്രഞ്ചുകാരുടെ അടിമകളായ ഗുമസ്തന്മാരിലേക്ക്. ഒരു ദിവസം ചരിത്ര ക്ലാസ്സിൽ കംബോഡിയയ്ക്ക് ഫ്രാൻസ് എങ്ങനെ നാഗരികത നൽകി എന്ന് ഞങ്ങളുടെ ഫ്രഞ്ച് അധ്യാപകൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ സഹപാഠികളിൽ ചിലർ അധ്യാപകനിൽ മതിപ്പുളവാക്കാൻ ആകാംക്ഷയോടെ തലയാട്ടുന്നത് ഞാൻ കണ്ടു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ വാക്ക് കിടന്ന് ചുരമാന്തി. നാഗരികതയോ? എന്താണ് നാഗരികത? അപ്പോൾ നമ്മുടെ അങ്കോർ ക്ഷേത്രം ഒരിക്കലും അതിൻ്റെ നാശത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? നമുക്ക് നാഗരികത ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ സന്യാസിമാർ പണ്ഡിതന്മാരല്ലായിരുന്നു? ഫ്രാൻസ് അതിൻ്റെ സ്വന്തം ശബ്ദം കണ്ടെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ നദികൾ കവിതകൾ ആലപിച്ചിരുന്നില്ലേ? ആ ക്ലാസ് മുറിയിൽ ഞാനൊന്നും സംസാരിച്ചില്ല. അധ്യാപകനോട് തർക്കിച്ചില്ല. സഹപാഠികളോട് മത്സരിച്ചില്ല. പക്ഷേ നാഗരികതയെ മൂടിയ ഒരാൽമരത്തിൻ്റെ വേരുകൾ പോലെ പതുക്കെ ഒരു നിശബ്ദ ധിക്കാരം എന്നിൽ വളരാൻ തുടങ്ങിയിരുന്നു. എന്നിട്ടും ആ വർഷങ്ങളിലെ യഥാർത്ഥ അത്ഭുത നിമിഷങ്ങളും ഞാൻ ഓർക്കുന്നു. ഉയർന്ന കമാനങ്ങളും പ്രതിധ്വനിക്കുന്ന സ്തുതിഗീതങ്ങളുമുള്ള കത്തീഡ്രൽ. എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് പവിത്രമായി തോന്നി. ഒരിക്കൽ ഒരു ആൺകുട്ടി ലാറ്റിനിൽ ആവെ മരിയ പാടുന്നത് ഞാൻ കേട്ടു. അതെൻ്റെ കണ്ണുകളെ നീരണിയിച്ചു. ആ കുട്ടിയുടെ താളത്തിൽ സാർവത്രികമായ എന്തോന്നുണ്ടായിരുന്നു. ഭാഷയെ മറികടക്കുന്ന ഒരു ശോകഭാവം. ഇപ്പോഴും എനിക്കത് മറക്കാൻ കഴിയില്ല. റൂസോയെ ആദ്യമായി വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ഗഹനമായ ആ വാക്കുകൾ ഒരു സഹപാഠി എനിക്ക് രഹസ്യമായി പറഞ്ഞു തന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ആ വരികൾ എന്നിൽ ജ്വലിച്ചു. വർഷങ്ങളായി ഞാൻ വഹിച്ചുകൊണ്ടിരുന്നതും എന്നാൽ പേരിടാൻ കഴിയാത്തതുമായ വികാരം എന്തായിരുന്നു? ആ വാക്കുകൾ ആ വികാരത്തെ വിശദീകരിച്ചു. രണ്ട് ലോകങ്ങൾക്കിടയിൽ കീറിമുറിച്ച ആ വർഷങ്ങൾ, തുടർന്ന് നടന്ന എല്ലാത്തിൻ്റെയും അടിത്തറയായിരുന്നു ഖിയോ. ഞാൻ രണ്ട് തരത്തിലുള്ള നിശബ്ദതകൾക്കിടയിലാണ് ജീവിച്ചത്. ബുദ്ധമതധ്യാനത്തിൻ്റെ പവിത്രമായ നിശബ്ദതയും കൊളോണിയൽ ക്ലാസ് മുറികളുടെ അടിച്ചമർത്തപ്പെട്ട നിശബ്ദതയും. രണ്ടിലും ഞാൻ എന്നെങ്കിലും അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. പക്ഷേ വ്യവസ്ഥകൾ എത്ര എളുപ്പത്തിൽ പൊട്ടിത്തകർന്നു പോകുമെന്ന് ഞാൻ പോകെ പോകെ മനസ്സിലാക്കി. സന്യാസിമാരുടെയും പുരോഹിതരുടെയും കഞ്ഞിമുക്കിയ വസ്ത്രങ്ങൾക്കിടയിൽ മറ്റുള്ളവരെ പോലെ തന്നെ വാഞ്ച നിറഞ്ഞ, സംശയം നിറഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ മാനുഷിക ബലഹീനതകളും വൈരുദ്ധ്യങ്ങളും ഞാൻ കണ്ടു. വിശ്വാസത്തിനപ്പുറം, സിദ്ധാന്തത്തിനപ്പുറം, ആശ്രമത്തിൻ്റെയും സ്കൂളിൻ്റെയും മതിലുകൾക്കപ്പുറം എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. രാത്രിയിൽ എൻ്റെ കസിൻ്റെ വീട്ടിലെ മുളപ്പായയിൽ കിടന്ന് മേൽക്കൂരയിലെ കുറ്റുനോക്കുമ്പോൾ രണ്ട് നാഗരികതകളുടെ ഭാരം എന്നെ അടിച്ചമർത്തുന്നത് ഞാൻ അനുഭവിക്കും. ഞാൻ ഖമറായിരുന്നു, പക്ഷേ ഫ്രഞ്ചുകാർ അത് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ ബുദ്ധമതക്കാരനായിരുന്നു, പക്ഷേ കത്തോലിക്ക ക്രമത്താൽ അതും മാറ്റി അടയാളപ്പെട്ടിരിക്കുന്നു. ഞാൻ രണ്ട് ലോകത്തിലും പെട്ടവനല്ല. ഞാൻ സന്ദേഹിയായ മനുഷ്യനാകുന്നു. എനിക്കുള്ളത് ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു മൂന്നാം ലോകത്തെ സങ്കല്പിക്കാൻ കഴിഞ്ഞത്. ഭൂതകാലത്തിൽ വേരൂന്നിയതല്ല, മറിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കൊത്തിയെടുത്ത ഒരു മൂന്നാം ലോകത്തെ. നോം പെന്നിലെ അക്കാലത്തെ ആരെയും ഞാൻ വെറുക്കുന്നില്ല. ബുദ്ധസന്യാസിമാരെയോ ഫ്രഞ്ച് പാതിരിമാരെയോ ആരെയും. ആ ദിവസങ്ങൾക്ക് അതിൻ്റേതായ നിഷ്കളങ്കതയും സൗന്ദര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം കീഴിൽ എനിക്ക് എൻ്റെ ബാക്കി ജീവിതം ജീവിക്കാൻ പോകുന്ന ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. നമ്മളെ പഠിപ്പിച്ചതെല്ലാം നമ്മളെ നിശ്ചലരാക്കാൻ പറഞ്ഞ ഒരു നുണയാണെങ്കിലോ? നമ്മളെ പഠിപ്പിച്ചതെല്ലാം നമ്മളെ നിശ്ചലരാക്കാൻ പറഞ്ഞ ഒരു നുണയാണെങ്കിലോ?
അത് 1949 ആയിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. നോംപെന്നിൽ നല്ല മഴ പെയ്യുന്ന കാലം. സ്കൂൾ മുറ്റത്തെ ലോറൽ മരങ്ങളിൽ നിന്ന് മഴ ഇഴുകി വീണുകൊണ്ടിരുന്നൊരു വൈകുന്നേരമാണ് എനിക്ക് ആ വാർത്ത ലഭിച്ചത്. ഒരു നേർത്ത പിങ്ക് നിറമുള്ള കവറിലാണത് വന്നത്. എനിക്ക് പാരീസിൽ റേഡിയോ ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്നു. ആ കവർ എൻ്റെ കയ്യിലിരുന്ന് വിറച്ചത് ഞാൻ ഓർക്കുന്നു. എൻ്റെ ഹൃദയം അഭിമാനം കൊണ്ടും ഭയം കൊണ്ടും വല്ലാതെ മിടിക്കുന്നു. ഈ വിശാല സാമ്രാജ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കോളനിവൽക്കരണക്കാരുടെ തലസ്ഥാനത്തേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. യജമാനൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന ദാസനെ പോലെയാണ് സത്യത്തിൽ അപ്പോൾ എനിക്ക് തോന്നേണ്ടിയിരുന്നത്. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. ഒരു രഹസ്യ കവാടത്തിലേക്ക്, സ്വന്തം ശക്തി അളക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്താവുന്ന ഒരു ലോകത്തേക്ക്, വയറുകളും ഫ്രീക്വൻസികളും ഉപയോഗിച്ച് മാത്രമല്ല, ബാല്യകാലം മുതൽ എന്നിൽ വളർന്നു വരുന്ന ചോദ്യങ്ങളുമായി എന്നെ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഖിയോ. കുറച്ച് സാധനങ്ങളും കടമെടുത്തൊരു കോട്ടും ഉപയോഗിച്ച് ഞാൻ കപ്പൽ കയറി. അകന്നു പോകുന്തോറും കംബോഡിയ എൻ്റെ പിന്നിൽ ചെറുതായി വന്നു. വലുപ്പത്തിൽ മാത്രമല്ല, ഓർമ്മയിലും. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലുള്ള നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ മറുവശത്ത് എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന ജിജ്ഞാസയോടെ ഞാൻ കപ്പലിൻ്റെ ഡെക്കിൽ വിശ്രമിച്ചു. കടലുകൾ എന്നെ പാരീസിലെത്തിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുകളിൽ യുദ്ധങ്ങളും വിപ്ലവങ്ങളും കൊത്തിവെച്ചിരുന്ന നഗരത്തിൽ, ലാറ്റിൻ ക്വാർട്ടറിലെ കഫേകളും പ്രഭാഷണ ഹാളുകളും ചോര തുടിച്ച് സ്പന്ദിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ ജനനം കണ്ട ജാലകങ്ങളും എനിക്ക് അന്യവും വിചിത്രവുമായി തോന്നി. എക്കോൾ ഫ്രാൻസിസ് ഡി റേഡിയോ ഇലക്ട്രിസിറ്റിയിൽ സർക്യൂട്ടുകൾ, വൈദ്യുതധാരകൾ, കാന്തിക ക്ഷേത്രങ്ങൾ എന്നിവ പഠിക്കാനായിരുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടത്. അതായത് ഞാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഹൃദയം യന്ത്രങ്ങളിലല്ലായിരുന്നുവെന്ന് അധികം വൈകാതെ ഞാൻ കണ്ടെത്തി. നീതി, അടിച്ചമർത്തൽ, വിപ്ലവം എന്നിവയുടെ ചോദ്യങ്ങളിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അദൃശ്യ സിഗ്നലുകൾ എങ്ങനെ സ്വീകരിക്കാമെന്ന് സ്കൂൾ എന്നെ പഠിപ്പിച്ചപ്പോൾ ആശയങ്ങൾ എങ്ങനെ കൈമാറാമെന്നാണ് ഞാൻ പഠിച്ചത്. തെരുവുകളിലും കഫേകളിലും പാർട്ടി മീറ്റിങ്ങുകളിലും നിറയുന്ന സാമ്രാജ്യത്വ വിരുദ്ധ ആശയങ്ങളിലേക്ക് മാറി മാറി ഞാൻ സഞ്ചരിച്ചു. അങ്ങനെ ഞാൻ എക്കാലവും ആരാധിച്ചിരുന്ന നിശബ്ദതയിൽ തന്നെ അതാരംഭിച്ചു. എക്കോൾ ഫ്രാൻസൈസിലെ ഒരു സുഹൃത്ത് എന്നെ ഒരു വായനാ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തി. അവർ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. വിയറ്റ്നാമീസ്, ആഫ്രിക്കക്കാർ, അറബികൾ, കത്തുന്ന കൽക്കരി പോലുള്ള കണ്ണുകളുള്ള കുറച്ച് നിശബ്ദ യൂറോപ്യന്മാർ. ഞങ്ങൾ മാർക്സിനെയും ലെനിനെയും പുസ്തകങ്ങളിലൂടെ പരിചയപ്പെട്ടു. അതിനുശേഷം റോസ ലക്സംബർഗ്, ഗ്രാംഷി, സ്റ്റാലിൻ എന്നിവരെയും വായിച്ചു. ബൊളിവാർഡ് സെൻറ്റ് മൈക്കിളിനടുത്തുള്ള ഒരു ഇടുങ്ങിയ കഫേയിലാണ് ഞാൻ ആദ്യമായി ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തത്. ആ മുറി പുക നിറഞ്ഞതും പിരിമുറുക്കമുള്ളതും വൈദ്യുതിയില്ലാത്തതുമായിരുന്നു. അരിവാളിൻ്റെയും ചുറ്റികയുടെയും പോസ്റ്ററുകൾ പൊട്ടിയ ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരുന്നു. പരിക്കൻ ശബ്ദമുള്ള ഒരു മനുഷ്യൻ മാർക്സിൻ്റെ മൂലധനം ഫ്രഞ്ച് ഭാഷയിൽ ഉറക്കെ വായിച്ചു. എനിക്കത് കവിത പോലെ തോന്നിക്കുകയോ. എൻ്റെ ഉള്ളിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിറയുകയായിരുന്നു. ഒടുവിൽ ഇതാ എനിക്ക് ബോധ്യപ്പെടും പോലെ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഷയും സംസ്കാരവും. ഇത് കർമ്മത്തിൻ്റേതല്ല, മറിച്ച് വർഗസമരത്തിൻ്റെ ലോകമാണ്. സമ്പന്നർ മോഷണം മുതൽ കൊണ്ട് മാത്രം സമ്പന്നരായ ഒരു ലോകം. അവിടെ പഠിച്ച ചരിത്രം രാജാക്കന്മാരുടേതായിരുന്നില്ല. അത് ചൂഷണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഭൂപടമായിരുന്നു. ഞാൻ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. പകൽ സമയത്ത് ഞാൻ സർവകലാശാലയിൽ സർക്യൂട്ടുകളെക്കുറിച്ച് പഠിച്ചു. രാത്രിയിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിച്ചു. 1917 ഒക്ടോബറിലെ പാരീസ് കമ്മ്യൂണിൻ്റെ വായനയിൽ നിന്ന് തൊഴിലാളി വർഗത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഓരോ വിപ്ലവവും എങ്ങനെയാണ് രോഷത്തിൽ നിന്ന് മാത്രമല്ല, സംഘടനയിൽ നിന്നും ജനിച്ചതെന്ന് ഞാൻ കണ്ടു. എൻ്റെ മനസ്സ് ഒരിക്കലും ഇത്ര സജീവമായി അനുഭവപ്പെട്ടിരുന്നില്ല. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ, വിദേശ വിദ്യാർത്ഥികളെയും കൊളോണിയൽ പ്രജകളെയും സ്വാഗതം ചെയ്തു. കാരണം ഞങ്ങൾ ആഗോള പോരാട്ടത്തിൻ്റെ ഭാവിയായിരുന്നു. എന്നാൽ ഐക്യദാർഢ്യത്തിൽ പോലും അവർക്ക് നമ്മുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് കുറച്ച് മാത്രമേ അറിയൂ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവർക്ക് വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് എന്നിവ അമൂർത്തങ്ങളായിരുന്നു. അവരുടെ പ്രത്യയശാസ്ത്ര കളിയിലെ വിദൂര കരുക്കളായിരുന്നു. പക്ഷേ എനിക്ക് കംബോഡിയ സിദ്ധാന്തമല്ല, അതെൻ്റെ രക്തമായിരുന്നു. പാർട്ടിയുടെ യാഥാസ്ഥിതികതയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കാൻ തുടങ്ങി. പകരം കൂടുതൽ തീവ്രമായ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സെല്ലുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. വിപ്ലവം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്നല്ല, മറിച്ച് തയ്യാറെടുക്കപ്പെടേണ്ട ഒന്നാണെന്നായിരുന്നു ആ ഗ്രൂപ്പുകളിലെ പൊതുവിചാരധാര. മോസ്കോയിൽ പരിശീലനം നേടിയ വിപ്ലവകാരികളിൽ ചിലരെ ഞാൻ കണ്ടുമുട്ടി. അവർ മാവോയുടെ ഗറില്ല യുദ്ധമുറകളും പഠിച്ചിരുന്നു. ഞാൻ കംബോഡിയയെക്കുറിച്ച് അവരോട് പറഞ്ഞു. അത് സന്യാസിമാരുടെ നിഷ്ക്രിയ ഭൂമിയായിട്ടല്ല, മറിച്ച് ഉറങ്ങുന്ന അഗ്നിപർവ്വതമായിട്ടായിരുന്നു ഞാൻ വിശേഷിപ്പിച്ചത്. എൻ്റെ രാജ്യത്തെക്കുറിച്ചും ഫ്രഞ്ച് വ്യാപാരികൾക്ക് സൈഗോണിലെ ബോഡോ ചാരായം കുടിക്കാൻ വേണ്ടി പുറം കുനിച്ചു നിന്ന് സ്വയം തീന്മേശയായ കമ്പോങ് തോമിലെ കർഷകരെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് സീനിൻ്റെ തീരത്ത് നടന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനകൾ, സന്ധ്യയിൽ പാകം ചെയ്യുന്ന അരിയുടെ ഗന്ധം, ഇരുട്ടിൽ ജപിക്കുന്ന സന്യാസിമാരുടെ ശബ്ദം എന്നിവ ഞാൻ ഓർത്തു. തലമുറകളായി ഇത്രയും ശാന്തമായ ജീവിതങ്ങൾ എന്നെ കീഴടക്കിയതിൽ എനിക്ക് ആത്മവഞ്ചന തോന്നി. പാരീസ് എനിക്ക് പ്രത്യയശാസ്ത്രത്തേക്കാൾ കൂടുതൽ നൽകി. എൻ്റെ മാതൃരാജ്യത്തെ കാണാൻ അതെനിക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകി. കംബോഡിയയെ ഈന്തപ്പനകളുടെയും പഗോഡകളുടെയും നാടായി ഇനി ഞാൻ കാണില്ല. നൂറ്റാണ്ടുകളുടെ വിദേശ ഇടപെടലുകൾ, ഫ്യൂഡൽ അജ്ഞത, രാജകീയ പങ്കാളിത്തം എന്നിവയാൽ അധിനിവേശം ചെയ്യപ്പെട്ട, അപമാനിക്കപ്പെട്ട, ഛിന്നഭിന്നമായ ഒരു രാഷ്ട്രമായി എനിക്കതിനെ സങ്കല്പിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവളെ,
പക്ഷേ ഞാൻ ഇതുവരെ ഒരു നേതാവായിട്ടില്ല. ഞാനിപ്പോഴും സലോത്ത് സാറാണ്. ഒരു ദരിദ്ര വിദ്യാർത്ഥി. ഇതുവരെയായി ഞാൻ എൻ്റെ ബിരുദം പൂർത്തിയാക്കിയിട്ടില്ല. എൻ്റെ മനസ്സ് വൈദ്യുത സൂത്രവാക്യങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞു. വില കൂടിയ ട്യൂഷനുകൾക്ക് ചേരാൻ എൻ്റെ കയ്യിൽ പണമില്ല. എനിക്ക് പരീക്ഷകൾ നഷ്ടമായി. 1952 ആയപ്പോഴേക്കും ഞാൻ എന്തിനാണ് പാരീസിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും ക്ലാസ് മുറികളിൽ നിന്നല്ല ഞാൻ പഠിച്ചത്. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് കംബോഡിയയിലേക്ക് മടങ്ങി. ഡിപ്ലോമയുമായിട്ടല്ല, മറിച്ച് ഉറച്ചൊരു രാഷ്ട്രീയ ബോധ്യത്തോടെ. എൻ്റെ അഭാവത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു രാജ്യത്തേക്കാണ് ഞാൻ മടങ്ങിയെത്തിയത്. ഫ്രഞ്ചുകാർക്ക് പരവതാനി വിരിച്ച രാജാക്കന്മാർ ഇപ്പോഴും കീഴടങ്ങി കുമ്പിട്ട് നിൽക്കുന്നു. പക്ഷെ ഞാൻ മാറിയിരുന്നു. ദൈവങ്ങളോ രാജാക്കന്മാരോ അല്ല, മാർക്സും ലെനിനും ചന്ദ്രപ്രകാശത്തിന് കീഴിലെ സീൻ നദിയുടെ ഓർമ്മകളുമാണ് എന്നെ മാറ്റിയത്. ഞാൻ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ചേർന്നില്ല കിയോ. പകരം ഒരു പുതിയ രാഷ്ട്രീയ ക്രമം സൃഷ്ടിക്കാൻ പ്രതിബദ്ധതയുള്ള ഒരു ചെറിയ കൂട്ടം കേഡർമാരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ അവർക്കൊപ്പം ഒളിവ് ജീവിതത്തിലേക്ക് പോയി. ഞങ്ങൾ രഹസ്യമായി കണ്ടുമുട്ടി. കോഡ് ഭാഷയിൽ സംസാരിച്ചു. സ്ലീപ്പർ സെല്ലുകൾ നിർമ്മിച്ചു. ഞാൻ അതീവ ജാഗ്രത പാലിച്ചു. എന്നാൽ നിലപാടുകളിൽ മയം വരുത്തിയില്ല. കാരണം എനിക്ക് വ്യക്തമായിരുന്നു, പുതിയ ലോകം ഉയർന്നു വരണമെങ്കിൽ പഴയ ലോകം കത്തിയിരിക്കണം. ഇപ്പോൾ പാരീസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ഉണർവിനെക്കുറിച്ച് ചിന്തിക്കുന്നു. നോട്ടർഡാമിൻ്റെ കീഴിൽ നടന്ന് ആ കത്തീഡ്രലിൻ്റെ കല്ലുകൾ പണിതത് തൊഴിലാളികളാണെന്ന് മനസ്സിലാക്കിയ ഒരു നദീതീര ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരനായാണ് ഞാൻ എന്നെ വിലയിരുത്തിയത്. ഓരോ കൊട്ടാരവും, ഓരോ സ്കൂളും, എല്ലാ സർക്കാരും ജനങ്ങളുടെ നിശബ്ദത പോലെ ശാശ്വതമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ആ നിശബ്ദത അധികകാലം നിലനിൽക്കില്ല. ചില വർഷങ്ങൾ നമ്മളെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ നേടുന്ന നേട്ടങ്ങളിലൂടെയല്ല ഖിയോ, മറിച്ച് നമ്മൾ ഒടുവിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൂടെയാണ്. എനിക്ക് 1953 അത്തരമൊരു വർഷമായിരുന്നു. അത് കംബോഡിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വർഷമായിരുന്നു. ഞാൻ സഖാക്കളാലും പുസ്തകങ്ങളാലും ചുറ്റപ്പെട്ട ഒരു ശാന്തമായ മുറിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കെ തെരുവിലെ സ്വാതന്ത്ര്യ പേക്കൂത്തുകൾ കണ്ടു. ഞാൻ അപ്പോഴേക്കും ഇന്തോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരുന്നു. സ്വാതന്ത്ര്യലബ്ധി ഞങ്ങളെ ഉലച്ചില്ല. ഏറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അപ്പോഴേക്കും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. കംബോഡിയ ഫ്രഞ്ചുകാരിൽ നിന്നും വിമോചിതമായ ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വിഡ്ഢിയായ രാജാവ് സിഹാനോക്ക് തന്റെ ബാനറുകൾക്കടിയിൽ നിന്നുകൊണ്ട് നേതാക്കൾ എന്നവകാശപ്പെട്ട ഏതാനും പേരോടൊപ്പം ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിന്റെ അന്ത്യം പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ത്രിവർണ്ണ പതാക താഴ്ത്തി പകരം അങ്കോറിയൻ പതാക ഉയർത്തി. ഞാനതെല്ലാം നിശബ്ദതയോടെ കണ്ടു. ജനങ്ങളുടെ ഇത്തരം പ്രകടനങ്ങൾ വിശ്വാസത്തിലെടുക്കാതിരിക്കാൻ മാത്രമുള്ള പക്വത അപ്പോഴേക്കും ഞാൻ ആർജിച്ചിരുന്നു. ഫ്രഞ്ചുകാർ മറ്റൊരു വരേണ്യവർഗത്തിന് താക്കോൽ കൈമാറിയാൽ അതെത്തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഖിയോ. മുഖങ്ങൾ മാറി, അതെ, പക്ഷേ വ്യവസ്ഥകൾ തുടർന്നു. കർഷകർ ഇപ്പോഴും ദരിദ്രരാണ്. ഗ്രാമപ്രദേശങ്ങളെ കൊളോണിയൽ മുഖം പേറുന്ന വരേണ്യ വിഭാഗം മറന്നേ പോയിരിക്കുന്നു. സ്വർണം പൂശിയ ഗേറ്റുകൾക്ക് പിന്നിൽ ഷാമ്പെയിൻ കുടിക്കുന്ന മനുഷ്യരുടെ കൈകളിലാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് പ്രവചിച്ചോ അതെല്ലാം സംഭവിക്കുന്നതാണ് പിന്നീട് കണ്ടത്. 1954 ആയപ്പോഴേക്കും ജനീവ ഉടമ്പടികൾക്ക് ശേഷം വിയറ്റ്നാം രണ്ടായി പിളർന്നു. കംബോഡിയയിലെ കമ്മ്യൂണിസ്റ്റുകളായ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സമയമെത്തി. ഒന്നുകിൽ നിശബ്ദമാകുക, അല്ലെങ്കിൽ ഒരു നിഴൽ മാത്രമാവുക. ഞങ്ങൾ രണ്ടാമത്തേതാണ് തിരഞ്ഞെടുത്തത്. പാർട്ടി ഒന്നടങ്കം ഒളിവിൽ പോയി. ഞങ്ങൾ ചിതറി അനുഭാവികളുടെ വീടുകളിലേക്കും നോംപെന്നിലെ ചേരികളുടെ മൃദുവായ അടിവയറ്റിലേക്കും കമ്പോങ് സ്പ്യൂവിനടുത്തുള്ള ഗുഹകളിലേക്കും ചിലർ ഉൾവനത്തിലേക്കും കടന്നു. ഞാൻ വനത്തിലായിരുന്നു. ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരുന്നു. ഞാൻ അപ്പോഴും ഒരു നേതാവായിട്ടില്ല. പക്ഷേ എൻ്റെ സഖാക്കൾ എന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. 1960 മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഞങ്ങൾ നടത്തി. ചിതറിയിരുന്ന ഞങ്ങൾ രഹസ്യമായി ഒത്തുകൂടി. വർക്കേഴ്സ് പാർട്ടി ഓഫ് കംബോജിയ യാഥാർത്ഥ്യമായി. ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ഒരു പുതിയ ഐഡന്റിറ്റി. അതൊരു പേരിനേക്കാൾ കൂടുതലായിരുന്നു. പേരിനേക്കാൾ അതൊരു വ്യക്തമായ ആഹ്വാനമായിരുന്നു. വിയറ്റ്നാമിൽ നിന്നോ മോസ്കോയിൽ നിന്നോ ഞങ്ങളിനി വിപ്ലവം കടമെടുക്കില്ല. ഖമർ മണ്ണിൽ, നമ്മുടെ സ്വന്തം ചരിത്രത്തിൽ, നമ്മുടെ സ്വന്തം വേദനയിൽ വേരൂന്നിയ നമ്മുടെ സ്വന്തം പാത ഞങ്ങൾ മെനയുകയായിരുന്നു. 2 വർഷം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പരിശീലിച്ചു. 1962 അപരിഹാര്യമായ ദുഃഖവാർത്ത ഞങ്ങളെ തേടിയെത്തി. എൻ്റെ ഉപദേഷ്ടാവും സഖാവുമായ ടൗ സമൗത്തിനെ അവർ വധിച്ചു. ഭരണകൂടം അറസ്റ്റ് ചെയ്ത് വധിക്കുകയായിരുന്നു ഖിയോ. നല്ലപോലെ വേദനിപ്പിച്ചാണ് ടൗവിനെ അവർ കൊന്നുകളഞ്ഞത്. അദ്ദേഹം ശാന്തനും ജ്ഞാനിയുമായിരുന്നു. കൊടുങ്കാറ്റുകളിലൂടെ ഞങ്ങൾ നയിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പാർട്ടി എന്നോട് ഉത്തരവാദിത്തം ഏൽക്കാൻ പറഞ്ഞു. ഞാൻ ജനറൽ സെക്രട്ടറിയായി. അവിടെ ഒരു ചുമതലയേൽക്കൽ പ്രസംഗമോ നാമനിർദ്ദേശങ്ങളോ ഉണ്ടായിരുന്നില്ല. വനത്തിൽ നിഴലുകൾ നിരന്നു നിന്ന് തലയാട്ടുകയായിരുന്നു. ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നു. ഓരോ ഗ്രാമത്തിൻ്റെയും, ഓരോ തൊഴിലാളിയുടെയും, നെൽവയലുകളിലൂടെ ഇപ്പോഴും നഗ്നവാദനായി നടക്കുന്ന ഓരോ കുട്ടിയുടെയും ഭാരം എൻ്റെ ചുമലുകളിലായിരുന്നു. കംബോഡിയയെ പരിപൂർണമായും വിപ്ലവപാതയിലേക്ക് മാറ്റാൻ ഞാൻ പ്രതീകാത്മകമായി എന്നെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിനി നോംപെന്നിലേക്ക് പ്രവേശനമില്ല. അതിൻ്റെ രാജകീയ നഗരങ്ങളിലോ അതിൻ്റെ മാന്യമായ ക്ലാസ് മുറികളിലോ അതിൻ്റെ എലൈറ്റ് സലൂണുകളിലോ അവരിൽ ഒരാളാവാൻ കഴിയില്ല. എൻ്റെ വിപ്ലവം നോംപെന്നിൽ ആരംഭിക്കുകയുമില്ല. ഞാൻ ഗ്രാമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ 1963 ഞാൻ തലസ്ഥാനം വിട്ടുപോയി. ഞാൻ അപ്രത്യക്ഷനായത് ഭയം കൊണ്ടല്ല,
മറിച്ച് വ്യക്തമായ ആസൂത്രണത്തോടെയായിരുന്നു. വർഷങ്ങളായി ഞാൻ നടന്ന തെരുവുകളും ഞങ്ങൾ മാർക്സിനെ മന്ത്രിച്ച കഫേകളും ഞാനൊരിക്കൽ അസൂയയോടെ നോക്കിയിരുന്ന സ്കൂളുകളും ഉപേക്ഷിച്ച് വീണ്ടും വരുമെന്നുറപ്പിച്ച് അജ്ഞാതമായതിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചു. ലാവോസിൻ്റെയും വിയറ്റ്നാമിൻ്റെയും അതിർത്തികൾക്കടുത്തുള്ള വടക്ക് കിഴക്കൻ കാട്ടിലാണ് ഒരു പതിറ്റാണ്ടായി ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന യാഥാർത്ഥ്യത്തെ കണ്ടെത്തിയത്. ഞങ്ങൾ വനത്തോട് ചേർന്നുള്ള കർഷകരെ സംഘടിപ്പിക്കാൻ തുടങ്ങി. പതുക്കെ, ക്ഷമയോടെ വായിക്കാനും കണ്ടുമുട്ടാനും ചോദ്യം ചെയ്യാനും ഞങ്ങൾ ആളുകളെ പഠിപ്പിച്ചു. അവരുടെ പരാതികൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. രാഷ്ട്രീയമായി മാത്രമല്ല, ആഴത്തിൽ വ്യക്തിപരമായും. അഴിമതിക്കാരായ നികുതി പിരിവുകാർ, കർഷകരെ ദുരുപയോഗം ചെയ്യുന്ന ഭൂവുടമകൾ, അവരുടെ വിളവ് മോഷ്ടിച്ച പട്ടാളക്കാർ. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ വഹിക്കുന്ന വേദന നിങ്ങളുടെ വിധിയല്ല, അത് നിങ്ങളുടെ പാർട്ടി ക്ലാസ്സാണ്. 1960കളുടെ മധ്യത്തിൽ കാട് ഒരു അഭയകേന്ദ്രം എന്നതിലുപരിയായി ഒരു സ്കൂളായി, ഒരു ആസ്ഥാനമായി, നമ്മളെക്കാൾ വളരെ വലിയ വിപ്ലവത്തിൻ്റെ ഗർഭപാത്രമായി മാറി. മരങ്ങൾക്കിടയിൽ ഞാൻ മീറ്റിങ്ങുകൾ നടത്തി. മെഴുകുതിരി വെളിച്ചത്തിൽ ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കി. സലോത് സാർ എന്ന പേരിനപ്പുറം എനിക്ക് എന്തായിത്തീരാം എന്ന ആശയത്തെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. ആളുകൾക്ക് എൻ്റെ യഥാർത്ഥ പേര് അറിയില്ലായിരുന്നു. അവരെന്നെ ബ്രദർ നമ്പർ 1 എന്നാണ് വിളിച്ചിരുന്നത്. ആ മിത്ത് വളരാൻ ഞാൻ അനുവദിച്ചു. അഹങ്കാരത്തിനല്ല, ഐക്യത്തിനാണ്. ഒരു പേരിനെ കൊല്ലാൻ കഴിയും, പക്ഷെ ഒരു സാഹോദര്യം ഇല്ലാതാക്കാൻ കഴിയില്ല. ആ ആദ്യകാല ക്യാമ്പുകൾ എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. കൊതുകുകൾ വിശ്രമമില്ലാതെ പണിയെടുത്തു. ഭക്ഷണം ലളിതമായിരുന്നു, ഒട്ടിപ്പിടിക്കുന്ന ചോറും മീനും. പട്ടാളം ഞങ്ങളെ കണ്ടെത്തുമെന്ന് ഭയന്ന് ഞങ്ങൾ വനത്തിനുള്ളിൽ പലപ്പോഴും മാറി താമസിച്ചു. പക്ഷെ അപ്പോൾ ഞങ്ങൾ ചിരിച്ചു, കഥകൾ പങ്കിട്ടു. വീട്ടുടമസ്ഥരില്ലാത്ത ഒരു ഭാവിയെക്കുറിച്ചുള്ള പാട്ടുകൾ യുവാക്കൾ പാടി. തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിച്ച് വൃദ്ധർ കരഞ്ഞു. വെടിമരുന്ന് പോലെ ഓരോ വാക്കും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നിശബ്ദമായിരുന്നു. ഒരു വൈകുന്നേരം 10 വയസ്സുള്ള ഒരു ആൺകുട്ടി തൻ്റെ മുത്തശ്ശിയെ പേരെങ്ങനെ എഴുതാമെന്ന് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ മുത്തശ്ശി ചോക്ക് സ്വർണം പോലെയാണ് പിടിച്ചിരുന്നത്. ആ നിമിഷം ഏതൊരു രാഷ്ട്രീയ ലഘുലേഖയെക്കാളും തെളിച്ചമുള്ളതായി എന്നോടൊപ്പം ഇപ്പോഴുമുണ്ട്. അത് ഒരു മിനിയേച്ചർ വിപ്ലവമായിരുന്നു ക്യൂ. പഴയതിൽ നിന്ന് പുതിയതിലേക്കും നിശബ്ദതയിൽ നിന്ന് സംസാരത്തിലേക്കുമുള്ള അധികാര കൈമാറ്റം. സ്വതന്ത്ര കംബോഡിയയിലെ സംസ്ഥാനത്തിൻ്റെ ഭിക്ഷയില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ സ്വന്തമായി കൃഷി ചെയ്തു. ഞങ്ങൾ പാലകൾ നിർമ്മിച്ചു, ചെറിയ ആശുപത്രികൾ നിർമ്മിച്ചു. ഞങ്ങൾ സ്വയം ആയുധം ധരിച്ചു. കാറ്റിൽ ചിതറിപ്പോയ വിത്തുകൾ പോലെ ഞങ്ങൾ ദരിദ്രരുടെ ഹൃദയങ്ങളിൽ സ്ഥിരതാമസമാക്കി. പതുക്കെ ആ കാറ്റ് മുഴുവൻ ദേശത്തെയും ഇളക്കിവിടാൻ തുടങ്ങി. കംബോഡിയ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി, അതെ. പക്ഷേ യഥാർത്ഥ വിമോചനം ഇപ്പോഴും ഒരു അപ്രാപ്യമായ ബുദ്ധമന്ത്രമായിരുന്നു. ഞങ്ങൾ ആ മന്ത്രമായി മാറി, ശബ്ദത്തിൽ ഉയർന്നു, ഒരു പാട്ടായി, ആയുധമെടുക്കാനുള്ള ആഹ്വാനമായി മാറി. ഞങ്ങൾക്കറിയാമായിരുന്നു, ഒരു ദിവസം താമസിയാതെ ഈ കൊടും കാടുകൾ നോംപെന്നിലേക്ക് മാർച്ച് ചെയ്യുമെന്ന്. 1967നും 1975നും ഇടയിലുള്ള വർഷങ്ങൾ നമ്മുടെ പോരാട്ടത്തിലെ ഒരു അധ്യായം മാത്രമായിരുന്നില്ല. അത് വിപ്ലവത്തിൻ്റെ ചൂളയായിരുന്നു. ഒടുവിൽ ഞങ്ങൾ ആരംഭിച്ചു. 1967ൽ ബട്ടാബാങ് പ്രവിശ്യയിലെ സാംലൗട്ടിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ ഞങ്ങൾ തുടങ്ങിയ വിപ്ലവവും വിന്യാസവും നോംപെന്നിലെ ഉന്നതർ അവഗണിച്ചു. എന്നാൽ ഞങ്ങൾ കാര്യങ്ങൾ തീവ്രമാക്കി. സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുത്തു. വയലുകളുടെ ക്രൂരന്മാരായ ഉടമകൾക്ക് വധശിക്ഷ നൽകി. ലോകമാധ്യമങ്ങൾ അതിനെ കലാപമെന്നാണ് വിളിച്ചത്. അത് ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ അതൊരു കലാപമായിരുന്നില്ല, സൂചനയായിരുന്നുവെന്ന് വിഡ്ഢിയായ രാജാവ് സിഹാനൂക്കിൻ്റെ പിണിയാളുകൾക്കറിയില്ലായിരുന്നു. സാംലൗട്ട് കലാപം പട്ടാളം അതിക്രൂരമായി അടിച്ചമർത്തി. പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു കടുവയെ ഉണർത്തലായിരുന്നു ഖിയോ. സർക്കാർ സൈന്യത്തെ അയച്ച് ഗ്രാമങ്ങൾ കത്തിച്ചു. നിരപരാധികളെ കൊന്നൊടുക്കി. ജനങ്ങൾ കാട്ടിലേക്ക് നോക്കി. ഭയത്തോടെയല്ല, പ്രതീക്ഷയോടെ. ഞങ്ങൾ അവിടെയായിരുന്നു. ഞാൻ അവിടെയായിരുന്നു. ഞങ്ങൾ വേഗത്തിൽ നീങ്ങി. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പാർട്ടി കേഡർമാരെ അയച്ചു. ആദ്യം തോക്കുകളല്ല, വാക്കുകളാണ് അവർ കൊണ്ടുപോയത്. ഞങ്ങൾ സംഘടിച്ചു. ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല വാഗ്ദാനം ചെയ്തത്, ഞങ്ങൾ മുന്നോട്ടുള്ള പാത വാഗ്ദാനം ചെയ്തു. ഫ്യൂഡലിസ്റ്റുകളുടെയും രാജകീയവാദികളുടെയും അടിച്ചമർത്തലിൽ നിന്ന് മുക്തമായ ഒരു ഭാവി. പതുക്കെ വിപ്ലവം നമ്മുടേത് മാത്രമല്ല, അത് അവരുടേതുമായി. പിന്നീട് 1970 വന്നു. കംബോഡിയയെ ലോകചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ച വർഷം. ഒരിക്കൽ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്ത രാജകുമാരനായ സിഹാനൂക്കിനെ അമേരിക്കയുടെ പിന്തുണയുള്ള വിദേശ താൽപ്പര്യങ്ങളുടെ സേവകനായ ലോൺ നോൾ തന്നെ അട്ടിമറിച്ചു. അവർ അതിനൊരു അട്ടിമറിയെന്ന് തന്നെയാണ് വിളിച്ചത്. എന്നാൽ ഞാനതിനെ അന്നും ഇന്നും ഒരവസരം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുക. നാടുകടത്തപ്പെട്ട രാജാവ് സിഹാനൂക്ക് നിരാശനായിരുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റുകളെ ജയിലിലടയ്ക്കുകയും വേട്ടയാടുകയും ചെയ്തിരുന്ന രാജാവ് തന്നെ ഇപ്പോൾ നമ്മുടെ സഖ്യം തേടിയെത്തിയിരിക്കുന്നു. ഒരിക്കൽ താൻ പീഡിപ്പിച്ച ശക്തികളുമായി ഒരു ഐക്യമുന്നണി രൂപീകരിക്കാൻ അയാൾ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളത് അംഗീകരിച്ചു. സ്നേഹമല്ല, മറിച്ച് തന്ത്രമാണ് ഞങ്ങൾ പ്രയോഗിച്ചത്. ആ വിഡ്ഢിയുടെ ശബ്ദത്തിന് അപ്പോഴും ഗ്രാമപ്രദേശങ്ങളെ അണിനിരത്താൻ കഴിയുമായിരുന്നു. അയാളുടെ പ്രതിച്ഛായ ഞങ്ങൾക്ക് മറയായിരുന്നു. ഒരിക്കൽ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന അയാളുടെ ബാനറിന് കീഴിൽ ഞങ്ങളുടെ വിപ്ലവം പുരോഗമിച്ചു. ചോരയിൽ മുളച്ച ഖമർ റിപ്പബ്ലിക് അമേരിക്കയുടെ വെറും പിണിയാളായി നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു.
തുടർന്ന് 5 വർഷത്തെ ആഭ്യന്തര യുദ്ധം. ഞങ്ങളേറെ അനുഭവിക്കുകയോ. വെടിയുണ്ടകളുടെയും ബോംബുകളുടെയും മാത്രമല്ല, കൂടുതൽ കാഠിന്യമുള്ള ഹൃദയം ആരുടേതെന്നറിയാനുള്ള യുദ്ധം കൂടിയായിരുന്നു അത്. ഞങ്ങളുടെ സൈനികർക്ക് അക്കാഡമികളിൽ പരിശീലനം ലഭിച്ചിരുന്നില്ല. അവർ കർഷകരും തൊഴിലാളികളും അടിച്ചമർത്തപ്പെട്ടവരുടെ പുത്രന്മാരും പുത്രിമാരുമായിരുന്നു. അവർ ഒരു കൈയിൽ റൈഫിളും മറുകൈയിൽ വിപ്ലവകരമായ ആദർശങ്ങളും വഹിച്ചു. ഞങ്ങൾ അവരെ അച്ചടക്കവും ലാളിത്യവും ത്യാഗവും പഠിപ്പിച്ചു. മദ്യമില്ല, അഴിമതിയില്ല, ചൂഷണമില്ല. ഞങ്ങളുടെ കേഡർമാർ ജനങ്ങളോടൊപ്പം ജീവിച്ചു. അവർ കഴിക്കുന്നത് കഴിച്ചു. അവരോടൊപ്പം വയലുകളിൽ ജോലി ചെയ്തു. ഞങ്ങൾ അവരെക്കാൾ ഉയർന്നവരായിരുന്നില്ല. ഞങ്ങൾ അവരുടേതായിരുന്നു. എന്നിട്ടും ആ യുദ്ധം ഒരിക്കലും മാന്യമായ അടവുകൾ പയറ്റിയ യുദ്ധമായില്ല. 1970-നും 1975-നുമിടയിൽ അമേരിക്ക കംബോഡിയയിൽ എത്ര ടൺ ബോംബുകൾ വർഷിച്ചുവെന്ന് നിനക്കറിയാമോ ഖിയോ? 2ാം ലോകമഹായുദ്ധത്തിൽ അവർ ആകെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ബോംബുകൾ. ഞങ്ങളെ പിന്തുണച്ച ഗ്രാമങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി. കുട്ടികൾ കാരണമെന്തെന്നറിയാതെ മരിച്ചു. എന്നാൽ അവർ ബോംബുകളിട്ട് ഉപേക്ഷിച്ച ഓരോ ഗർത്തവും ഞങ്ങൾക്ക് പ്രചോദനവും ഒളിയിടവുമായി. അവരുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് ജനങ്ങൾ കണ്ടു. അവർ നഗരങ്ങളിൽ നിന്നും അഴിമതിയിൽ നിന്നും അധപ്പതനത്തിൽ നിന്നും പലായനം ചെയ്തു. കാടുകളിലും പർവ്വതങ്ങളിലും യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല. വടക്കൻ വിയറ്റ്നാം മാർഗനിർദ്ദേശവും സുരക്ഷിതമായ പാതയും ചില പ്രദേശങ്ങളിൽ സംയുക്ത പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. വിപ്ലവത്തിന്റെ കാറ്റ് എങ്ങോട്ടെന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ചൈന ഞങ്ങൾക്ക് പരിശീലനവും ആയുധങ്ങളും രാഷ്ട്രീയ അംഗീകാരവും നൽകി. പക്ഷേ ഞങ്ങൾ ആരെന്നത് മറന്ന് തെറ്റ് ചെയ്തില്ല. ഞങ്ങളുടെ വിപ്ലവം ഖമറായിരുന്നു. ഞങ്ങൾ വിദേശ പിന്തുണ ഉപയോഗിച്ചു. പക്ഷേ ഞങ്ങൾ വിദേശ ലിപി പിന്തുടർന്നില്ല. 1973 ആയപ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങളുടെ വലിയൊരു ഭാഗം ഞങ്ങൾ മോചിപ്പിച്ചു. പ്രവിശ്യകൾ ഞങ്ങളുടെ കയ്യിലായി. ബലപ്രയോഗത്തിലൂടെ മാത്രമല്ല, വിശ്വാസം നേടിയതിലൂടെയുമാണ് അത് സാധിച്ചത്. ജനങ്ങൾ സ്വയം ഭരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വിപ്ലവ കമ്മിറ്റികൾ ഗ്രാമത്തലവന്മാരെ മാറ്റി. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വാശ്രയത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭൂമി പുനർവിതരണം ചെയ്തു. ചെറിയ പരീക്ഷണങ്ങളിലൂടെയാണ് കൂട്ടുകൃഷി ഞങ്ങൾ നടപ്പാക്കിയത്. വിമോചിത മേഖലകളിലൂടെ നടന്ന് വിശന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ തീവെളിച്ചത്തിൽ വായിക്കാൻ പഠിക്കുന്നത് ഞാൻ കണ്ടു. മുതിർന്നവർ വട്ടമിട്ടിരുന്ന കാര്യങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നത് ഞാൻ കണ്ടു. അത് ഇതുവരെ ഒരു യൂട്ടോപ്പിയ ആയിരുന്നില്ല. പക്ഷേ അതൊരു പുതിയ ജീവിത രീതിയുടെ തുടക്കമായിരുന്നു. അതേസമയം നോം പെൻ കൂടുതൽ ഒറ്റപ്പെട്ടു. ലോൺ നോളിന്റെ ഭരണകൂടം അതിന്റെ അടിമുതൽ മുടിവരെ അഴിമതി നിറഞ്ഞതായിരുന്നു. അമേരിക്കൻ ഡോളറിലും ക്ഷയിച്ചുകൊണ്ടിരുന്ന അയാളുടെ സൈന്യത്തിന്റെ മനോവീര്യത്തിലുമാണ് അയാൾ കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അയാളെ സ്വന്തം സൈനികർ തന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഒടുക്കം ജനറൽമാർ മാത്രമായി. സർക്കാർ ഉത്തരവിട്ട യുദ്ധത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന പട്ടാളക്കാരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അഭയാർത്ഥി പ്രവാഹം ആരംഭിച്ചു. തുടർന്ന് ആ ഏപ്രിൽ വന്നു. 1975 ഏപ്രിൽ. ഞങ്ങൾ തലസ്ഥാനം വളഞ്ഞു. സർക്കാർ അമേരിക്കയോട് വീണ്ടും സഹായത്തിനായി അപേക്ഷിച്ചു. പക്ഷേ തോൽക്കുമെന്നുറപ്പുള്ള യുദ്ധം മതിയാക്കി ഇതിനകം അവർ പോയി കഴിഞ്ഞിരുന്നു. ഹെലികോപ്റ്ററുകൾ അവസാന നയതന്ത്രജ്ഞരെ മേൽക്കൂരകളിൽ നിന്ന് ഉയർത്തിയെടുത്തു കൊണ്ടുപോയി. ഉയർത്തതും പൊള്ളയായതുമായ ഖമർ റിപ്പബ്ലിക്ക് സ്വന്തം നുണകളുടെ ഭാരത്താൽ തന്നെ തകർന്നു വീണുകയോ. 1975 ഏപ്രിൽ 17-ന് ഞങ്ങൾ നോം പെന്നിൽ പ്രവേശിച്ചു. ഒരു ജേതാവായിട്ടല്ല, ഒരു വിമോചകനായിട്ടായിരുന്നു ഞാൻ തെരുവുകളിലൂടെ നടന്നത്. അന്തരീക്ഷം നിശബ്ദതയും ആഘോഷവും കൊണ്ട് നിറഞ്ഞിരുന്നു. ചിലർക്ക് അത് കഷ്ടപ്പാടുകളുടെ അവസാനമായിരുന്നു. മറ്റുള്ളവർക്ക് പ്രതികാരത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ എനിക്കത് 20 വർഷത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു. ആളുകൾ ആഹ്ലാദിക്കണോ അതോ ഞങ്ങളിൽ നിന്നും ഒളിക്കണോ എന്നറിയാതെ റോഡരികിൽ നിന്നു. ഞങ്ങൾ വെടിക്കെട്ട് പൊട്ടിച്ച് ആഘോഷിച്ചില്ല. ക്രമത്തോടെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ആരൊക്കെയാണ് ശിക്ഷ അർഹിക്കുന്നതെന്നും ആരെയെല്ലാമാണ് സംരക്ഷിക്കേണ്ടതെന്നുമുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ നഗരങ്ങളെ ശൂന്യമാക്കിയത് ഒരു ക്രൂരതയായി അമേരിക്കൻ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നോം പെന്നിന് സ്വയം അതിൻ്റെ വിശപ്പ് മാറ്റാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഗ്രാമപ്രദേശങ്ങൾക്ക് പുനർജന്മം ആവശ്യമായിരുന്നു. പുതിയ കംബോഡിയയിൽ നഗരത്തിൻ്റെ അലസതകൾക്ക് സ്ഥാനമില്ലായിരുന്നു. ചിലർ പറയുന്നത് ഞങ്ങൾ തണുത്തവരും പരുഷപ്രകൃതികളുമാണെന്നാണ്. ഒരുപക്ഷെ വിപ്ലവങ്ങൾ വെറും നേരം പോക്കുകളിലല്ല കെട്ടിപ്പടുത്തത് എന്നതുകൊണ്ടാകാം. ഞങ്ങളവ വ്യക്തതയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആ ദിവസം ഞാൻ ഡെമോക്രാറ്റിക് കംബൂച്ചയുടെ യഥാർത്ഥ നേതാവായി. പ്രഖ്യാപനത്തിലൂടെയല്ല, മെഡലുകളിലൂടെയല്ല, പക്ഷേ ജനങ്ങൾ പാർട്ടിയിലേക്ക് നോക്കിയതിനായി. പാർട്ടി എന്നെ നോക്കി. കാട്ടിലെ കുടിലുകളിൽ നിന്നും നെൽപ്പാടങ്ങളിൽ നിന്നും ഞങ്ങൾ വന്നു. കൊലയാളികളെയും ബോംബുകളെയും വഞ്ചനയെയും ഞങ്ങൾ നേരിട്ടു. എന്നിട്ടും ഞങ്ങൾ നിന്നു. വിജയിച്ചു. പക്ഷേ വിജയം ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ്. ഒരു വിദ്യാർത്ഥിയായി അലഞ്ഞു നടന്ന നോം പെന്നിൻ്റെ രാത്രിയിലേക്ക് ഞാൻ നോക്കി. അധികാരത്തെക്കുറിച്ചല്ല, ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. അത്യാഗ്രഹം, അധികാരശ്രേണി, വിദേശ അഴിമതി എന്നിവയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹം. അതായിരുന്നു എൻ്റെ കംബോഡിയ. കർഷകനും പണ്ഡിതനും ഒന്നായ, അരിയും സമത്വവും ഒരുമിച്ച് വളരുന്ന ഒരു കംബോഡിയ. മുന്നോട്ടുള്ള പാത ദുഷ്കരമായിരിക്കും, പക്ഷേ വിപ്ലവം എത്തിയിരുന്നു. ജനങ്ങൾ ഉണർന്നിരുന്നു ഖിയോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് തീർച്ചയായും മനപ്രയാസമുണ്ടാക്കും. പക്ഷേ ഇത്രയും കാലം ആ രീതികളെ വെറുക്കാതെ നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ.
എങ്കിലും നീ ഒരു സ്ത്രീയാണ്. വിപ്ലവം അധികാരം കൊണ്ട് മത്തുപിടിച്ചവരെ മാത്രമല്ല, കാൽപ്പനികരെയും അസ്വസ്ഥരാക്കും. 1975 ഏപ്രിൽ 17 ഞങ്ങൾ നോംപെൻ പിടിച്ചെടുത്തു. പക്ഷെ അത് വിപ്ലവത്തിൻ്റെ അവസാനമായിരുന്നില്ല. 2 പതിറ്റാണ്ടിലേറെയായി ഞങ്ങൾ കാട്ടിൽ നിന്ന് പോരാടി, ദരിദ്രരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അധികാരവർഗത്തിൻ്റെയും പ്രിവിലേജിൻ്റെയും വിദേശ അഴിമതിയുടെയും അഴുകലിൽ നിന്ന് മുക്തമായ ഒരു കംബോഡിയയെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഇപ്പോൾ വിപ്ലവത്തിന് ഒരു ശരീരമുണ്ടായിരിക്കുന്നു. പോൾ പോട്ട് എന്നറിയപ്പെടുന്ന ഞാൻ, സലോത് സാർ അതിൻ്റെ ശബ്ദമായിരിക്കുന്നു. കംബോഡിയയ്ക്ക് പുനർജനിക്കാൻ കഴിയുമെന്ന് ഞാൻ അന്ന് അചഞ്ചലമായി വിശ്വസിച്ചു. എന്നാൽ അത് മുമ്പത്തെ പോലെ ആയിരിക്കില്ല. ചിതറിക്കിടക്കുന്ന കൃഷിയിടങ്ങളുടെയും തിളങ്ങുന്ന ക്ഷേത്രങ്ങളുടെയും ഒരു രാഷ്ട്രമോ രാജാക്കന്മാർക്കും വ്യാപാരികൾക്കും ഒരു കളിസ്ഥലമോ അവിടെ ഉണ്ടാകില്ല. ഡെമോക്രാറ്റിക് കംപൂച്ചിയ ശുദ്ധവും അച്ചടക്കമുള്ളതും തുല്യനീതി ഉറപ്പാക്കുന്നതുമായിരിക്കും. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു സമൂഹം. അത് ദൈവങ്ങളാൽ പോലും കളങ്കപ്പെടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നഗരങ്ങൾ ശൂന്യമാക്കിയത്. യുദ്ധാഭയാർത്ഥികളാൽ വീർത്ത ഒരു ശവശരീരമായ നോംപെൻ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ പോരാളികൾ വൃത്തിയാക്കി. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, പ്രായമായവർ എല്ലാവരോടും നഗരം വിടാൻ പറഞ്ഞു. അമേരിക്കക്കാർ നഗരം ബോംബിടുമെന്ന് ഞങ്ങൾ പ്രചരിപ്പിച്ചു. പലരും അത് വിശ്വസിച്ചു, മറ്റുള്ളവർ എതിർത്തു. പക്ഷേ ഉത്തരവുകൾ വ്യക്തമായിരുന്നു. ആരും അവശേഷിക്കില്ല. ഗ്രാമപ്രദേശങ്ങളിലേക്കും നെൽപ്പാടങ്ങളിലേക്കും ഞങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലേക്കും മാർച്ച് ചെയ്യാൻ ഞങ്ങൾ അവരെ നിർബന്ധിച്ചു. ചിലർ റോഡിൽ മരിച്ചു, മറ്റുള്ളവർ താമസിയാതെ മരിച്ചു. പക്ഷെ ഞാൻ പതറിയില്ല. ഗ്രാമീണ കംബോഡിയ ജനിക്കണമെങ്കിൽ നഗര കംബോഡിയ മരിക്കേണ്ടിയിരുന്നു. പണത്തിൻ്റെ വിനിമയം നിർത്തലാക്കപ്പെട്ടു. വിപണികൾ അടച്ചുപൂട്ടി. സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, ബാങ്കുകൾ എല്ലാം ശൂന്യമാക്കി. അതുമല്ലെങ്കിൽ ഞങ്ങൾ വിഭാവനം ചെയ്ത രീതിയിൽ പുനർനിർമ്മിച്ചു. മതം ഒരു രോഗമാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. സന്യാസിമാരെ പുറത്താക്കുകയോ കൊല്ലുകയോ ചെയ്തു. അതെൻ്റെ ശരിയായിരുന്നു. അധ്യാപകരെയും ഡോക്ടർമാരെയും മുൻ ഉദ്യോഗസ്ഥരെയും വർഗശത്രുക്കളായി അടയാളപ്പെടുത്തി. ഞങ്ങൾ മഹത്തായൊരു പരീക്ഷണം ആരംഭിച്ചു. കൂട്ടുകൃഷിയായിരുന്നു ഞങ്ങളുടെ പദ്ധതിയുടെ ആത്മാവ്. കുടുംബങ്ങളെ ജോലി യൂണിറ്റുകളായി വിഭജിച്ചു. കുട്ടികളെയെല്ലാം സംസ്ഥാനം വളർത്തും. എല്ലാവരും ഒന്നൊഴിയാതെ ജോലി ചെയ്തു. നെൽവയലുകളിൽ 10, 12, 14 മണിക്കൂർ ഭക്ഷണം എല്ലാവർക്കും തുല്യമായി വീതിച്ചു. ഞങ്ങളുടെ വിപ്ലവ രീതിയിൽ അവർ പരസ്പരം സംസാരിക്കുന്നതിന് മരണശിക്ഷയിൽ കുറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല. അലസതയ്ക്കും ഭക്ഷണം പൂഴ്ത്തിവെക്കുന്നതിനും മരണമായിരുന്നു ശിക്ഷ. 1976 ഞാൻ ഔദ്യോഗികമായി ഡെമോക്രാറ്റിക് കംപൂച്ചിയയുടെ പ്രധാനമന്ത്രിയായി. എന്നാൽ സ്ഥാനപ്പേരുകൾക്ക് വലിയ അർത്ഥമില്ലായിരുന്നു. പാർട്ടി ഭരിച്ചു, ഞാൻ പാർട്ടിയെ ഭരിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ യോഗങ്ങൾ, പദ്ധതികൾ, ശുദ്ധീകരണങ്ങൾ എന്നിവയാൽ ഞാൻ തിരക്കിലായിരുന്നു. നെല്ലുൽപാദന ക്വാട്ടകൾ യുക്തിക്കപ്പുറത്തേക്ക് ഞങ്ങൾ തള്ളി. അതും ഞങ്ങളുടെ മറ്റൊരു തന്ത്രമായിരുന്നു. ഇച്ഛാശക്തിക്ക് യന്ത്രങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ആളുകൾ പട്ടിണി കിടന്നപ്പോഴും ഞങ്ങൾ സ്വാശ്രയത്വത്തിൽ വിശ്വസിച്ചതിനാൽ വിദേശ സഹായം നിരസിച്ചു. അതെ, ആളുകൾ പട്ടിണി കിടന്നു, ആയിരക്കണക്കിന്. പിന്നെ അത് ലക്ഷക്കണക്കിന് പേരായി. പട്ടിണി കിടന്ന അത്രയും പേർ തന്നെ മരിച്ചിട്ടുമുണ്ടാകും. കംബോഡിയയുടെ ഭൂമി ഏതാണ്ട് മുഴുവനായും തന്നെ സ്റ്റേറ്റ് പിടിച്ചെടുത്തിരുന്നു. വെള്ളപ്പൊക്കം വന്നു, വരൾച്ച വന്നു. പക്ഷെ അപ്പോഴും ഞാൻ നിർബന്ധിച്ചു, നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകണം. വിശപ്പ് പരാജയമല്ലെന്ന് ഞാൻ എൻ്റെ സഖാക്കളോട് പറഞ്ഞു. വിശപ്പ് ആവശ്യമാണ്. അത് ബൂർഷ്വാ ബലഹീനതയെ ശുദ്ധീകരിക്കും. പക്ഷേ വിശപ്പ് മാത്രമല്ലായിരുന്നു കൊലയാളി. യഥാർത്ഥ ശത്രു അകത്തായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിച്ചു. എനിക്ക് അതിന് എൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. വിപ്ലവത്തെ രാജ്യദ്രോഹികൾ, ചാരന്മാർ, ബുദ്ധിജീവികൾ, വിയറ്റ്നാമീസ് ഏജന്റുമാർ, പ്രതിവിപ്ലവകാരികൾ എന്നിവരിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ചോദ്യം ചെയ്ത, സംശയിച്ച, അല്ലെങ്കിൽ ചെറുതായൊരു പ്രതിഷേധത്തിനെങ്കിലും ശ്രമിച്ച ഏതൊരാളും നമ്മൾ കെട്ടിപ്പടുക്കുന്ന സംസ്ഥാനത്തിന് അപകടമായിരുന്നു. ഞങ്ങൾ ജയിലുകൾ സ്ഥാപിച്ചു. ഏറ്റവും കുപ്രസിദ്ധമായതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ആരോപിച്ചത് ടോൾസ്ലങ് ആയിരുന്നു. സെക്യൂരിറ്റി ജയിൽ 21 അല്ലെങ്കിൽ S21. ഒരു കാലത്ത് അതൊരു ഹൈസ്കൂളായിരുന്നു. ഞങ്ങളതിനെ കുമ്പസാരത്തിൻ്റെയും മരണത്തിൻ്റെയും യന്ത്രമാക്കി മാറ്റി. അവിടെ ഞങ്ങൾ വിപ്ലവത്തെ ശുദ്ധി ചെയ്യുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ കവാടങ്ങളിലൂടെ കടന്നുപോയി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, സന്യാസിമാർ, പാർട്ടി അംഗങ്ങൾ, എൻ്റെ സ്വന്തം സഖാക്കൾ പോലും അതിലുണ്ടായിരുന്നു. അട്ടിമറി, ചാരവൃത്തി, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ അവർക്ക് മേൽ ചുമത്തിയിരുന്നു. പാർട്ടിയുടെ നീതിന്യായ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. പ്രതിവിപ്ലവകാരികൾ കുറ്റസമ്മതം നടത്തുന്നതുവരെ അവരെ പീഡിപ്പിച്ചു. പിന്നീട് ചോയിങ്ങെക്കിലേക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് അർഹതപ്പെട്ട വധശിക്ഷ നൽകുകയും കൂട്ടക്കുഴിമാടങ്ങളിൽ തള്ളുകയും ചെയ്തു. ഞാൻ S21 സന്ദർശിച്ചത് ഒരിക്കൽ മാത്രമാണ്. സെല്ലുകളിലെ നിശബ്ദത കട്ടിയുള്ളതായിരുന്നു. അതെനിക്കിഷ്ടമായിരുന്നു. ചുവരുകൾ കറപിടിച്ചിരുന്നു. തടവുകാരുടെ കണ്ണുകളിൽ ഭയം ഞാൻ കണ്ടു. എനിക്കൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ മനസ്സിൽ അവർ ഇതിനകം രാജ്യത്തെ വഞ്ചിച്ചു കഴിഞ്ഞവരും അതിനാൽ തന്നെ മരിച്ചു പോയവരുമാണ്. ജനങ്ങളുടെ ശത്രുക്കൾ. ഞാൻ കാണാറുള്ള ദുസ്വപ്നങ്ങളിലെ എൻ്റെയും വിപ്ലവ കംബോഡിയയുടെയും ശത്രുക്കൾ. അത് സത്യമാണ്. ഞങ്ങളവിടെ 10,000-കണക്കിന് ആളുകളെ കൊന്നു. അല്ല, ലക്ഷക്കണക്കിന് പേരെന്നാണ് പറയുന്നത്. നീ എത്രയെന്നാണ് വിശ്വസിക്കുന്നത് ഖിയു? 25 ലക്ഷമെന്നോ 30 ലക്ഷമെന്നോ? ഞങ്ങൾ വിശദമായ രേഖകൾ സൂക്ഷിച്ചിരുന്നു ഖിയു. ഫോട്ടോഗ്രാഫുകൾ,
പേരുകൾ, നിർബന്ധിത കുറ്റസമ്മതങ്ങൾ. ചിലർ പറയുന്നത് അത് ഭ്രാന്താണെന്ന്. എന്നാൽ അതൊരു അച്ചടക്കമുള്ള പ്രവൃത്തിയാണെന്നാണ് ഞാൻ പറയുക. വിപ്ലവത്തിൽ അച്ചടക്കവും രേഖകളും അത്യന്താപേക്ഷിതമാണ്. 1977 ആയപ്പോഴേക്കും ഭ്രാന്ത് വിപ്ലവത്തെ വിഴുങ്ങിയിരുന്നു. എനിക്കല്ലായിരുന്നു ഭ്രാന്ത്. അനുസരിക്കാൻ മടിച്ച ഓരോ കംബോഡിയക്കാരനും ഭ്രാന്തായിരുന്നു. അവരെ എനിക്ക് കൊല്ലേണ്ടി വന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് അവരെ തിരുത്താനായില്ലെന്ന ദുഃഖം ബാക്കി നിൽക്കുന്നു. ഞാൻ മിക്കവാറും ആരെയും വിശ്വസിച്ചില്ല. നമ്മുടെ മുൻ സഖ്യകക്ഷിയായ വിയറ്റ്നാം ഒരു ഭീഷണിയായി മാറുന്നത് ഞാൻ കണ്ടു. അവർ നമ്മെ നിയന്ത്രിക്കാനും കംബോഡിയയെ മറ്റൊരു പാവയാക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു. അത് ശരിയുമായിരുന്നു, അല്ലേ ക്യൂ? അതുകൊണ്ടാണ് ഞങ്ങൾ വിയറ്റ്നാം അതിർത്തിയിൽ ആക്രമണം നടത്തിയത്. ഏറ്റുമുട്ടലുകൾ യുദ്ധങ്ങളായി മാറി. വിയറ്റ്നാമീസ് പട്ടാളം ഓരോ തവണയും കൂടുതൽ ശക്തമായി തിരിച്ചടിച്ചു. ഞങ്ങൾക്ക് വിജയിക്കാനാകുമെന്ന് ഞാൻ അപ്പോഴും വിശ്വസിച്ചു. അധികാരത്തിന് മേൽ വിശുദ്ധി വിജയിക്കുമെന്ന് ഞാൻ കരുതി. രാജ്യത്തിനുള്ളിൽ ശുദ്ധീകരണങ്ങൾ കൂടുതൽ ആഴത്തിലായി. ഞങ്ങൾ സ്വയം തിരിഞ്ഞു. ഖമർ റൂഷ് കേഡർമാർ, സൈനികർ, മന്ത്രിമാർ. വളരെ വേഗത്തിൽ എഴുന്നേറ്റ, വളരെ സ്വതന്ത്രമായി സംസാരിച്ച, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ ചോദ്യം ചെയ്ത ഏതൊരാളും ഇരയായി. വിപ്ലവം സ്വന്തം അവയവങ്ങൾ മുറിച്ചു മാറ്റിയാലും വൃത്തിയായി തുടരണമെന്ന് ഞാൻ പറഞ്ഞു. പീഡനത്തിനിരയായി രക്ഷപ്പെടാൻ ചിന്തിച്ചിരുന്നതായി 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി സമ്മതിച്ചത് ഞാൻ ഓർക്കുന്നു. കുറ്റസമ്മതം നടത്തിയപ്പോൾ അവൾ കരഞ്ഞു. ഞാൻ അവളെ വധിക്കാൻ ഉത്തരവിട്ടു. ഞാൻ അവളെ വെറുത്തില്ല. കരുണ ബലഹീനതയാണെന്ന് ഞാൻ വിശ്വസിച്ചു. 1978 ആയപ്പോഴേക്കും സ്വപ്നം അസ്തമിച്ചു. ആളുകൾ മിരിഞ്ഞു. എവിടെയും എന്നെപ്പോലും ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു. വയലുകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കൂട്ടക്കുഴിമാടങ്ങൾ കൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ നിറഞ്ഞു. മുഴുവൻ ഗ്രാമങ്ങളും അപ്രത്യക്ഷമായി. നമ്മളേതാണ്ട് എല്ലാ മതങ്ങളെയും, എല്ലാ മുൻ അധ്യാപകരെയും, കണ്ണട ധരിച്ച എല്ലാ പുരുഷന്മാരെയും, സ്ത്രീകളെയും, എല്ലാ കലാകാരന്മാരെയും, എല്ലാ വിമർശകരെയും ഇല്ലാതാക്കിയിരുന്നു. തുല്യരായ ഒരു സമൂഹമാണ് ഞാൻ വിഭാവനം ചെയ്തത്. പക്ഷെ ഞാൻ സൃഷ്ടിച്ചത് ഭയത്തിൻ്റെ ഒരു രാജ്യമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ക്യൂ? എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാൻ ശരിക്കും വിശ്വസിച്ചു. പൂർണ്ണനാശത്തിലൂടെ മാത്രമേ പൂർണ്ണമായ വിപ്ലവം സാധ്യമാകൂ എന്ന്. ഒരു പുതിയ കംബോഡിയ ജനിക്കാൻ പഴയ ലോകം മരിക്കണമായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ അതോടൊപ്പം നശിച്ചാലും അതെനിക്ക് പ്രശ്നമല്ലായിരുന്നു. ഞങ്ങൾ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയില്ല. സ്മാരകങ്ങളൊന്നും അവശേഷിപ്പിച്ചില്ല. നെൽവയലുകളും ആളൊഴിഞ്ഞ് നിശബ്ദമാക്കപ്പെട്ട ഗ്രാമങ്ങളുമായിരുന്നു ഞങ്ങളുടെ സ്മാരകങ്ങൾ. അപ്പോഴേക്കും ചരിത്രം എന്നെ വിധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ലോകം അതിനെ വംശഹത്യയെന്ന് വിളിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എൻ്റെ ചില സഖാക്കൾ പോലും ഒരു ദിവസം എനിക്കെതിരെ തിരിയുമെന്ന് മുൻകൂട്ടി എനിക്കറിയാൻ സാധിച്ചു. എന്നാൽ ആ വർഷങ്ങളിൽ എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതാവശ്യമാണ്, ഇതാണ് ഏകമാർഗം. 17 ലക്ഷത്തിലധികം കംബോഡിയക്കാർ മരിച്ചുവെന്ന് എനിക്കിപ്പോൾ സമ്മതിക്കാം. പട്ടിണി, നിർബന്ധിത തൊഴിൽ, രോഗം, വധശിക്ഷ എന്നിവയാൽ. പക്ഷേ അത് അനിവാര്യതയായിരുന്നു ക്യൂ. അവരുടെ മുഖങ്ങൾ ഇപ്പോൾ സ്വപ്നങ്ങളിൽ ഞാൻ കാണുന്നു. അവരുടെ ശബ്ദം കാറ്റിൽ ഞാൻ കേൾക്കുന്നു. അവർ എന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ട്? ഞാൻ ഇപ്പോഴും ഉത്തരം നൽകുന്നു, നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകാത്ത ഒരു ഭാവിയിൽ ഞാൻ വിശ്വസിച്ചിരുന്നതിനാൽ നിങ്ങൾ കൊല്ലപ്പെട്ടു. ചിലർ എന്നെ ഒരു രാക്ഷസനെന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ ഞാൻ അങ്ങനെയായിരിക്കാം. പക്ഷേ രാക്ഷസന്മാർ ജനിക്കുന്നില്ല, അവർ നിർമ്മിക്കപ്പെടുകയാണ്. പുസ്തകങ്ങളിൽ നിന്ന്, ബോംബുകളിൽ നിന്ന്, വിശ്വാസവഞ്ചനയിൽ നിന്ന്, ലോകത്തിന് താങ്ങാൻ കഴിയാത്തത്ര തിളക്കമുള്ള ദർശനങ്ങളിൽ നിന്ന്. ആ അസഹനീയമായ വെളിച്ചത്തിൽ ഞാൻ ഒരു ജനതയെ കത്തിച്ചു. ഒരു വിപ്ലവം അതിൻ്റെ നേതാവ് പരാജയപ്പെടുമ്പോൾ അവസാനിക്കുമെന്നാണ് ലോകം മുഴുവൻ പറയാറ് പതിവ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 1979 ജനുവരി 7-ന് നോംപെന്നിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. വിയറ്റ്നാം പട്ടാളം നോംപെന്നിൽ അതിക്രമിച്ച് കയറിയപ്പോഴോ, ഞങ്ങളുടെ പതാകകൾ മന്ത്രാലയങ്ങളിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടപ്പോഴോ, അല്ലെങ്കിൽ ഞാൻ കാട്ടിലൊരു പ്രേതമായി മാറിയപ്പോഴോ അത് അവസാനിച്ചിട്ടില്ല. ഇല്ല, വിപ്ലവം അതിനുശേഷം വളരെ കാലം ജീവിച്ചു. വളഞ്ഞൊടിഞ്ഞ്, ചോരയൊലിച്ച്, അഭിമാനക്ഷതം വന്ന പോലെയാണെങ്കിലും അതിന് ജീവനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 1977 നിന്ന് വീണ്ടും തുടങ്ങാം. ആ വർഷം ഞാൻ വിയറ്റ്നാമിലേക്ക്, നമ്മുടെ സഖാക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരിലേക്ക് എൻ്റെ നോട്ടം തിരിച്ചു. അവരുടെ വിപ്ലവാഭിലാഷങ്ങളെക്കുറിച്ച് എനിക്ക് സംശയം തോന്നി. വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വിപ്ലവത്തോട് ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. അവർ വിപ്ലവത്തെ സേവിക്കുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ സേവിച്ചു. വിപ്ലവത്തിന് മുകളിൽ ചാർത്തപ്പെട്ട അദേശീയത അപകടകരമായിരുന്നു. സിദ്ധാന്തത്തിൽ ഞങ്ങൾ സഹോദരന്മാരായിരുന്നു. പക്ഷെ പ്രായോഗികമായി അവർ കംബോഡിയയെ ഒരു ജൂനിയർ പങ്കാളിയായും ഒരു സേവക രാഷ്ട്രമായും മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷെ അത് ഞാൻ അനുവദിക്കാൻ പോകുന്നില്ലെന്ന് വിയറ്റ്നാമുകാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ പ്രദേശത്തേക്ക് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തി. ആദ്യം അത് ചെറുതായിരുന്നു, തന്ത്രപരമായ സർജിക്കൽ സ്ട്രൈക്കുകൾ. പക്ഷേ ആ ശ്രമങ്ങളിലൂടെ ഞങ്ങൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. ഡെമോക്രാറ്റിക് കംപൂച്ചിയ മുട്ടുകുത്തുകയില്ല. ഞങ്ങൾ ക്രൂരമായി ആക്രമിച്ചു. അവർ തിരിച്ചടിച്ചു. അതിർത്തി ചാരമായി. 1978 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ വഷളായി. വിയറ്റ്നാമിനോടുള്ള എൻ്റെ അവിശ്വാസം ഒരാസക്തിയായി മാറി. അവർ ഞങ്ങളുടെ അണികളിലേക്ക് നുഴഞ്ഞു കയറി. വിയറ്റ്നാം കേഡർമാർ ഞങ്ങളുടെ ജനങ്ങളെ വിഷലിപ്തമാക്കിയെന്ന് എനിക്ക് ബോധ്യമായി.
ശുദ്ധീകരണങ്ങൾ കൂടുതൽ ഭ്രാന്തമായി നടത്തേണ്ടതുണ്ടായിരുന്നു. മുഴുവൻ കേഡർ മേഖലകളെയും ഞാൻ തന്നെ ഇല്ലാതാക്കി. ഹനോയിയുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്ന കിഴക്കൻ മേഖല ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളം പീഡിപ്പിച്ച് വധിച്ചു. കംബോഡിയയ്ക്കുള്ളിലെ വിയറ്റ്നാമീസ് സ്വാധീനത്തിൻ്റെ എല്ലാ അംശങ്ങളും തകർക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. അതൊരു തെറ്റായിരുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ക്യൂ. ഒരു ഗുരുതരമായ തെറ്റ്. കാരണം വിയറ്റ്നാമുകാർ തിരിച്ചു വന്നത് ഒരു തീഗോളം പോലെയായിരുന്നു. 1979 ജനുവരി 7-ന് അവർ നോംപെനിലേക്ക് ഇരച്ചു കയറി. ഞാൻ വിചാരിച്ചതിലും വേഗത്തിൽ ഞങ്ങളുടെ തലസ്ഥാനം തകർന്നു. ഞങ്ങളുടെ സൈന്യം തകർന്നു. ഞങ്ങളുടെ വിശ്വസ്തർ ചിതറിപ്പോയി. ഒടുവിൽ ഒരു പ്രൊഫഷണൽ സൈന്യത്തിനെതിരെ പ്രതിരോധം തീർക്കാനാകാതെ ഞങ്ങൾ കീഴടങ്ങി. ഞങ്ങൾ ഓടിപ്പോയി. ഞാൻ വീണ്ടും കാട് കയറി. താഴെ അതിർത്തിക്കടുത്തുള്ള കാടുകളിലേക്ക്. ഒരിക്കൽ ഞങ്ങളുടെ വിപ്ലവം പിറന്ന അതേ വനങ്ങളിലേക്ക്. നഗരങ്ങൾ, മന്ത്രാലയങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എല്ലാം ഇല്ലാതായിരിക്കുന്നു. ഡെമോക്രാറ്റിക് കംപൂച്ചിയ മരിച്ചു. അവശേഷിച്ചത് പ്രസ്ഥാനവും ഓർമ്മയും മാത്രമായിരുന്നു. ഞങ്ങൾ വീണ്ടും ഗറില്ലകളായി. മരങ്ങൾക്കിടയിൽ ഒളിച്ചാക്രമണം നടത്തി അപ്രത്യക്ഷരായി. എനിക്ക് ഭൂപ്രദേശം അറിയാമായിരുന്നു. പതിറ്റാണ്ടുകളായി ഞാൻ കർഷകർക്കിടയിൽ ജീവിച്ചിരുന്നു. എന്നിട്ടും അവരിൽ പലരും വിശ്വസ്തരായി തുടർന്നു. ചിലപ്പോഴത് എന്നോടുള്ള ഭയം മൂലമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 1979 മുതൽ 1996 വരെ ഞങ്ങൾ വീണ്ടും യുദ്ധം ചെയ്തു, നിരാശയോടെ. ആദ്യം ഞാൻ എൻ്റെ ആജ്ഞശക്തി പുനഃസ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. ഞാനിപ്പോഴും ബ്രദർ നമ്പർ 1 ആണ്. ഖമർ റൂഷിൻ്റെ പിന്നിലെ മനസ്സ്. പക്ഷെ കാര്യങ്ങൾ പാടെ മാറിയിരുന്നു. എൻ്റെ വാക്കുകൾക്ക് ഇനി അതേ ആജ്ഞാശക്തി ഉണ്ടായിരിക്കില്ലെന്ന് മനസ്സിലായി. ഭയം തീക്ഷ്ണതയെ മാറ്റിസ്ഥാപിച്ചിരിക്കുന്നു. കാട് അപ്പോൾ മുതൽ വിപ്ലവത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്നില്ല. അത് ഗൃഹാതുരത്വത്തിൻ്റെ തടവറയായിരുന്നു. 1985-ൽ ഞാൻ ഔദ്യോഗികമായി നേതൃസ്ഥാനമൊഴിഞ്ഞു. മറ്റുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ രാജിവെക്കുകയായിരുന്നു. സത്യത്തിൽ അവരെന്നെ മാറ്റും മുമ്പ് ഞാൻ സ്വയം ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് പറയാം. ഖിയു സാംഫാൻ ഞങ്ങളുടെ വിപ്ലവ മുഖമായി. ടാമോക്കും മറ്റുള്ളവരും കൂടുതൽ അധികാരം ഏറ്റെടുത്തു. പക്ഷെ ഞാനിപ്പോഴും ഖമർ റൂഷിൻ്റെ ആത്മാവായിരുന്നു. അവർ ഇപ്പോഴും മാർഗനിർദ്ദേശത്തിനായി എൻ്റെ അടുക്കൽ വന്നു. അവർ ഇപ്പോഴും എന്നെ സഖാവ് എന്ന് വിളിച്ചു. ഞങ്ങൾ അതിർത്തികൾ കടന്ന് അധിക നേരം അവിടെ നിന്നില്ല. തായ് അധികാരികൾ ഞങ്ങളെ നിരീക്ഷിച്ചു. ചിലപ്പോൾ സഹായിച്ചു, ചിലപ്പോൾ സഹായിച്ചില്ല. ലോകം ഇപ്പോൾ ഞങ്ങളെ തീവ്രവാദികളായി മുദ്രകുത്തി. അവർ വിപ്ലവം കണ്ടില്ല, രക്തം മാത്രമാണ് കണ്ടത്. അതെ, രക്തം അവിടെ ഇഷ്ടം പോലെ ഒഴുകിയിരുന്നു. പതിയിരുന്നുള്ള ആക്രമണങ്ങളിലും വഞ്ചനകളിലും ഞങ്ങൾക്ക് നിരവധി സഖാക്കളെ നഷ്ടപ്പെട്ടു. ചിലപ്പോൾ പുതിയ കംബോഡിയൻ ഗവൺമെൻറ്, ചിലപ്പോൾ വിയറ്റ്നാമീസ്, ചിലപ്പോൾ ശത്രുക്കളായി മാറിയ മുൻ സഖ്യകക്ഷികൾ പോലും ഞങ്ങളെ വേട്ടയാടി. വിശ്വാസം ഞങ്ങൾക്കിനി താങ്ങാനാവാത്ത ഒരു ആഡംബരമായിരുന്നു. 1989-ൽ വിയറ്റ്നാമീസ് സൈന്യം കംബോഡിയയിൽ നിന്ന് പിൻവാങ്ങി. അവർ പുറത്തേക്ക് പോകുന്നത് ഞാൻ തണുത്ത സംതൃപ്തിയോടെ നോക്കി നിന്നു. പക്ഷേ ഞങ്ങളുടെ ജനൽ ഇതിനകം അടച്ചിരുന്നു. ആളുകൾ ക്ഷീണിതരായിരുന്നു. ഖമർ റൂഷ് എന്ന പേര് ഇനി വിപ്ലവം ഉണർത്തുന്നില്ല. അത് വിശപ്പ്, വധശിക്ഷകൾ, കൂട്ടക്കുഴിമാടങ്ങൾ എന്നിവ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ലോകം മാറി. ഞങ്ങൾ വെറും അവശിഷ്ടങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു. 1991-ൽ പാരീസ് സമാധാന ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കപ്പെട്ടു. കംബോഡിയയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ഒരാഗോള ശ്രമം. ഞങ്ങൾ ഖമർ റൂഷ് പങ്കെടുക്കാൻ വിസമ്മതിച്ചു. ഞങ്ങൾക്കെങ്ങനെ കഴിയും? നോംപെനിലെ സർക്കാരിനെ ഞങ്ങൾ അംഗീകരിച്ചില്ല. സാമ്രാജ്യത്വവാദികളുടെ മധ്യസ്ഥത ഞങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. 1993-ൽ ഐക്യരാഷ്ട്രസഭ കംബോഡിയയിലേക്ക് വന്നു. അവർ തിരഞ്ഞെടുപ്പുകൾ നടത്തി. ദശലക്ഷക്കണക്കിന് വോട്ടുകൾ ചെയ്തു. ഞങ്ങളുടെ പിടിവാശി കാരണം ഞങ്ങൾ അതെല്ലാം ബഹിഷ്കരിച്ചു. ഈ സംവിധാനം ഞങ്ങൾക്കെതിരെ കൃത്രിമം കാണിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അല്ലെങ്കിൽ ഒരു ബാലറ്റിനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ആ വർഷങ്ങളിൽ ഞാൻ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറി. കാത്തിരിപ്പ് മാത്രമായിരുന്നു ഏകപോം വഴി. ചിലപ്പോൾ കാട്ടിലെ യുദ്ധം മാത്രം അറിയാവുന്ന, നോംപെൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യുവ സൈനികരോട് ഞാൻ സംസാരിക്കുമായിരുന്നു. അവരെന്നെ മാന്യമായി ശ്രദ്ധിച്ചു. പക്ഷെ അവരുടെ കണ്ണുകളിൽ എനിക്ക് സംശയം കാണാൻ കഴിഞ്ഞു. ഞാൻ ഭൂതകാലത്തിൽ നിന്നുള്ളൊരു പേരാണ്, ചരിത്രത്തിൽ നിന്ന് പുറത്തായ ഒരു ശബ്ദം. 1995 ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ വിള്ളലുകൾ മലയിടുക്കുകളായി മാറി. കൂറുമാറ്റങ്ങൾ ആരംഭിച്ചു. ആദ്യം ചെറുതും പിന്നീട് വലുതും. ചില യൂണിറ്റുകൾ ഞങ്ങളെ വിട്ട് സർക്കാരിൽ ചേർന്നു. മറ്റുള്ളവ കാട്ടിലേക്ക് അപ്രത്യക്ഷമായി. പിന്നീട് ഒരിക്കലും കേൾക്കാൻ കഴിഞ്ഞില്ല. ഓരോ ആഴ്ചയും ഞങ്ങളുടെ ശക്തി ചുരുങ്ങി. ഞങ്ങളുടെ അണികൾക്കുള്ളിൽ സംശയം വളർന്നു. ടാമോക്ക് എന്ന ഖമർ റൂഷിൻ്റെ കശാപ്പുകാരൻ കൂടുതൽ ശ്രദ്ധേയനായി. സൂക്ഷ്മതയോ പ്രത്യയശാസ്ത്രമോ ഇല്ലാത്ത, അക്രമം മാത്രമറിയാവുന്ന ഒരാളായിരുന്നു ടാമോക്ക്. എല്ലായിടത്തും അയാൾ ഭീഷണികൾ നേരിട്ടു. ലോകത്ത് ഞങ്ങൾ കൂടുതൽ ഒറ്റപ്പെട്ടു. ഞാൻ വിപ്ലവ പ്രത്യയശാസ്ത്രത്തിൻ്റെ കേന്ദ്രബിന്ദു നിലനിർത്താൻ വിഫലമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ നമ്മൾ നിർമ്മിക്കാൻ ശ്രമിച്ച കംബോഡിയ എന്ന സ്വപ്നത്തെക്കുറിച്ച് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്വപ്നം മങ്ങി. എനിക്ക് പ്രായമായി. ഭയത്തിലും അച്ചടക്കത്തിലും ഞങ്ങളൊരു വിപ്ലവം കെട്ടിപ്പടുത്തു. ഇപ്പോൾ ആ ഭയം ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. 1996 ആയപ്പോഴേക്കും കൂറുമാറ്റങ്ങൾ വർദ്ധിച്ചു. എൻ്റെ വൃത്തം ചുരുങ്ങി ചുരുങ്ങി വന്നു. ഞാൻ ഒരിക്കൽ നയിച്ച പ്രസ്ഥാനം ഒരു നിഴലായി മാറിയിരുന്നു. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. അധികാരം ഇനി വരില്ല. അത് ഇതിനകം എന്നേക്കുമായി പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയോ ഇപ്പോഴും ഒരു സത്യമുണ്ടായിരുന്നു. ആ ചരിത്രം ഒരു ദിവസം ലോകം മനസ്സിലാക്കും. പക്ഷെ തോൽക്കുന്നവരോട് ചരിത്രം അപൂർവമായി മാത്രമേ ദയ കാണിക്കൂ ഖിയു.
വെടിയൊച്ചകളുടെ ശബ്ദത്തോടെയോ പട്ടാളക്കാരുടെ മാർച്ചോടെയോ അല്ല, മറിച്ച് സ്വന്തം സഖാക്കളുടെ കുറ്റപത്രങ്ങളിലൂടെയും കാട്ടുകാറ്റിന്റെ തണുത്ത നിശബ്ദതയോടെയും മരണം അടുത്തു വരുന്നത് കാണുന്നത് ഒരു വിചിത്രമായ കാര്യമാണ്. 1997 ജൂണിൽ ഞാൻ ഒരു ഉത്തരവ് നൽകി. എൻ്റെ ജീവിതത്തിൽ ഞാൻ നൽകിയ പല ഉത്തരവുകളിലൊന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും അവസാനം കാണിച്ചു തന്ന ഉത്തരവ് ഒരിക്കൽ എൻ്റെ പ്രതിരോധ മന്ത്രിയും പതിറ്റാണ്ടുകളിൽ എൻ്റെ സഖാവുമായിരുന്ന സൺസെന്നിനെ വധിക്കാനുള്ള ഉത്തരവായിരുന്നു അത്. ഖമർ റൂഷിൻ്റെ അവശിഷ്ടങ്ങളുടെ ജീർണിച്ച അസ്ഥികൂടത്തിൽ വിശ്വസ്തത മാത്രമായിരുന്നു ഞങ്ങളുടെ ആകെ സമ്പാദ്യം. സംശയം ഞങ്ങളുടെ കൂട്ടത്തിനിടയിൽ ഒരു സ്ഥിരം നിഴലായിരുന്നു. കീഴടങ്ങലിനെക്കുറിച്ച് സൺസൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചു. അയാൾ നിശബ്ദമായി സഖാക്കൾക്കിടയിൽ നടത്തിയ പ്രസ്താവനകളും തയ്യാറാക്കിയ കത്തുകളും എനിക്ക് ലഭിച്ചു. എനിക്കത് അനുവദിക്കാൻ കഴിഞ്ഞില്ല ഖിയോ. കാട്ടിൽ ഞങ്ങൾ അടുത്തുനിന്ന് പോരാടി, പ്രചാരണങ്ങൾ ആസൂത്രണം ചെയ്തു, ഇരുണ്ട കാലത്ത് പോലും പരസ്പരം വിശ്വസിച്ചു. എന്നാൽ വഞ്ചന, പ്രത്യേകിച്ച് ഏറ്റവും അടുത്തവരിൽ നിന്ന്, പൂർണ്ണമായും കെടുത്തിക്കളയണം. വിപ്ലവങ്ങൾ നിലനിൽക്കുന്ന രീതി അതാണ്. 1967 മുതൽ ഞാൻ പിന്തുടർന്ന യുക്തി അതാണ്. അപ്പോൾ ഞാൻ ഉത്തരവിട്ടു, സൺസെന്നിനെ വധിക്കണം. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബത്തെ. പൂർണ്ണമായ ഒരു തുടച്ചു നീക്കൽ. അതൊരു സന്ദേശം നൽകുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങളുടെ അവസാനത്തെ പോരാട്ടത്തിലും ഞാൻ നിയന്ത്രണത്തിലാണെന്ന് എൻ്റെ സഖാക്കൾ മനസ്സിലാക്കണം. സൺസെന്നിൻ്റെ വഞ്ചന മാരകമാണ്. പക്ഷെ ഞാൻ അയച്ച സന്ദേശം ശക്തിയുടേതായിരുന്നില്ല, അത് നിരാശയുടേതായിരുന്നു. അവരെല്ലാം അത് കണ്ടു. തിരിച്ചടി ഉടനടിയായിരുന്നു, ഉണങ്ങിയ ഇലകൾ തീപിടിക്കുന്നത് പോലെ. 30 വർഷമായി എനിക്കറിയാവുന്ന സഖാക്കൾ എനിക്കെതിരെ തിരിഞ്ഞു. അവർ കൂട്ടം ചേർന്ന് എനിക്കെതിരെ കൊലവിളിച്ചില്ല, പക്ഷെ നിശബ്ദമായി ഗൂഢാലോചന നടത്തി. സൺസെന്നും കുടുംബവും കൊല്ലപ്പെട്ടത്, പ്രത്യേകിച്ച് അത് നടപ്പാക്കിയ രീതിയിൽ എന്തോ ഒരു തകരാറുണ്ടായിരുന്നു. അവരിൽ മാത്രമല്ല, ഞങ്ങളുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഘടനയിലും ആ തകരാറ് കണ്ടു. ഞങ്ങളിനി യോദ്ധാക്കളായിരുന്നില്ല. മരക്കൂട്ടങ്ങൾക്കിടയിൽ പ്രേതങ്ങളെ പിന്തുടരുന്ന പ്രേതമനുഷ്യരായി ഞങ്ങൾ മാറിയിരുന്നു. ഒടുവിൽ 1997 ജൂലൈയിൽ വിപ്ലവം വീണ്ടും ഉള്ളിലേക്ക് തിരിഞ്ഞു. ഇത്തവണ അതെൻ്റെ നേരെ വന്നു. എൻ്റെ പ്രസ്ഥാനത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അച്ചടക്ക കമ്മിറ്റി ഒരു കൂടിക്കാഴ്ചയുടെ വ്യാജേനയാണ് എൻ്റെ നേരെ വന്നത്. ടാമോക്, ക്യൂ സാംഫാൻ തുടങ്ങിയവർ ചോദ്യം ചെയ്യാതെ അവരനുസരിച്ചു. പ്രസ്ഥാനത്തിനുള്ളിൽ വ്യക്തത, ഉത്തരവാദിത്തം എന്നിവയ്ക്കുള്ള സമയമാണിതെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനിക്കറിയാമായിരുന്നു. അച്ചടക്ക കമ്മിറ്റി എന്നെ വിചാരണ ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രഹസ്യാറകളിൽ ഞങ്ങൾ തടവിൽ നടത്തിയിരുന്നത് പോലെ ഒരു പ്രഹസന വിചാരണ. ഇപ്പോൾ പക്ഷെ ഞാൻ പ്രതിയായിരിക്കുന്നു. കുറ്റങ്ങൾ അവർ വായിച്ചു. രാജ്യദ്രോഹം, അധികാര ദുർവിനിയോഗം, പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, അങ്ങനെ അവർ വിധി ഉറക്കെ വായിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. ഇനി എനിക്ക് മരണം വരെ വീട്ടുതടങ്കലാണ് ശിക്ഷ. മരണമല്ല, അവർ എന്നെ രക്തസാക്ഷിയാക്കിയില്ല. വെറും തടവ്. ജീവിച്ചിരിക്കുന്ന എൻ്റെ സമയമെടുത്തുള്ളൊരു ശവസംസ്കാരം. തായതിർത്തിയിൽ നിന്ന് വളരെ അകലെയല്ല ഈ സ്ഥലം ഖിയോ. ആൻലോങ് വെങ്ങിലെ ഈ കാട്ടിൽ, ഭൂമിയിൽ നിന്നും ആഴത്തിലുള്ള ഈ ചെറിയ മരവീട്ടിൽ അവർ എന്നെ പൂട്ടിയിട്ടിട്ട് ഇന്നേക്ക് എത്ര ദിവസങ്ങളായെന്ന് പോലും എനിക്കറിയില്ല. സന്ദർശകരില്ല, ഫോണില്ല, ഒരു പിടി കാവൽക്കാർ മാത്രം. മരങ്ങളിലെ കാറ്റിൻ്റെ ശബ്ദം. ഞാൻ ജന്മം നൽകിയ വിപ്ലവം തന്നെ എൻ്റെ ജയിലായി മാറി. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായി, ഒരുപക്ഷെ പതിറ്റാണ്ടുകളിൽ, ഞാൻ എന്നെ തന്നെ നിശ്ചലത അനുഭവിക്കാൻ അനുവദിച്ചു. തറയിൽ ഇഴഞ്ഞു നീങ്ങുന്ന പ്രാണികളെ നോക്കി ഞാൻ ഈ ഗർത്തത്തിനുള്ളിൽ മണിക്കൂറുകളോളം ഇരിക്കും. പാരീസിൻ്റെയും പുക നിറഞ്ഞ കഫേകളിലെ മാർക്സിസ്റ്റ് പുസ്തകങ്ങളുടെയും മെക്കോങ്ങിൻ്റെ തീരത്തെ എൻ്റെ സഹോദരൻ്റെ ചിരിയുടെയും പഴയകാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. എൻ്റെ സ്വപ്നം പങ്കുവെച്ച നിന്നെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു ഖിയോ. എന്നാൽ എല്ലാറ്റിനുമുപരി ഞാൻ എൻ്റെ സഖാക്കളുടെ മുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ടൂവോൾസ്ലെങ്ങിലേക്ക് ഞാൻ അയച്ചവർ, വയലുകളിലേക്ക് മാർച്ച് ചെയ്തവർ, വിശുദ്ധിയുടെ പേരിൽ ഞാൻ പട്ടിണി കിടത്തിയവർ, വിപ്ലവത്തിന് ത്യാഗം ആവശ്യമാണെന്നും കംബോഡിയ ശുദ്ധീകരിക്കപ്പെടണമെന്നും പുനർജനിക്കണമെന്നും ഞാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ആർത്ത് കൈയടിച്ചിരുന്നവർ. ഞാൻ ആരോട് ക്ഷമ ചോദിക്കില്ല ഖിയോ. എന്നെ മനസ്സിലാക്കാൻ പോലും ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല. ഞാൻ ചെയ്തതിലൊക്കെയും ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ആദ്യമായി എൻ്റെ ഭാരം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നു. വളരെ കാലം മുമ്പ് ഞാൻ കുഴിച്ചിട്ട എൻ്റെ മനസാക്ഷിയിലല്ല, മറിച്ച് എൻ്റെ അസ്ഥികളിലാണ് ഇപ്പോഴാ ഭാരം. ഞാനിപ്പോൾ വൃദ്ധനായി, ദുർബലനാണ്. ഒരു കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഒഴിപ്പിച്ച് തലസ്ഥാനം ശൂന്യമാക്കിയ മനുഷ്യന് ഇപ്പോൾ വിറയ്ക്കാതെ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ 1998 ഏപ്രിലിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനം എന്നോട് കാണിച്ച അവസാനത്തെ വഞ്ചന കേട്ടു. കാവൽക്കാരിൽ ഒരാളാണ് അതെന്നോട് പറഞ്ഞത്. പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം എന്നെ നോം പെന്നിന് കൈമാറാൻ സമ്മതിച്ചിരിക്കുന്നു. അതിലും മോശമായ കാര്യം, ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര ട്രൈബ്യൂണലിലേക്കാണ് വേട്ടയാടപ്പെട്ട ഒരു മൃഗത്തെപ്പോലെ അവരെന്നെ ഏൽപ്പിക്കുക. വിചാരണ പരസ്യമായിരിക്കും. ലോകം എന്നെ മെലിഞ്ഞും ചുരുങ്ങിയും കാണും. അവർ ഒരിക്കൽ ഭയപ്പെട്ടിരുന്ന മനുഷ്യൻ്റെ നിഴലായി. അവർക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അവർക്കത് നൽകില്ല. ഈ രാത്രി പുലരുമ്പോൾ ജീവനോടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഖിയോ. എനിക്കറിയാവുന്ന ഞാനിവിടെ അവസാനിക്കും. എൻ്റെ മൃതദേഹം ഈ കാട്ടിൽ തന്നെ സംസ്കരിക്കണം. വലിയ വീടുകൾ, തൂങ്ങിയാടുന്ന മരങ്ങൾ, അതിന് മുകളിൽ വളരണം. ഒരു മരം അടുത്തതിലേക്ക് കാറ്റ് പോലെ സന്ദേശങ്ങൾ കൈമാറണം. നിരപരാധികളെന്ന് നിങ്ങൾ പറയുന്ന, എന്നാൽ ശുദ്ധീകരണത്തിന് ഞാൻ കൊന്നുകളഞ്ഞ 17 ലക്ഷം മനുഷ്യരുടെ ആത്മാക്കൾ നദിയുടെ അങ്ങേക്കരയിൽ വലിയൊരു വിചാരണയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അതിൽ നിന്നും എനിക്ക് രക്ഷ നേടാനാകില്ല. ഇതെൻ്റെ മണ്ണിൽ, സ്വതന്ത്ര കംബോഡിയയിൽ, കാട്ടിൽ കാലുറപ്പിച്ചു നിന്ന് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് നൽകുന്ന അവസാന സല്യൂട്ട്.
1998 ഏപ്രിൽ 15 രാത്രി 10 മണിയോടെ ആൻലോങ് വെങ്ങിലെ കൊടുംകാട്ടിലുള്ള ഒളിത്താവളത്തിൽ ഭാര്യ ഖിയു പൊന്നാരിയോട് ഇത്രയും പറഞ്ഞുറങ്ങാൻ കിടന്ന പോൾ പോട്ട് എന്ന സലോത് സാർ 15 മിനിറ്റിന് ശേഷം മരിച്ചു. പിറ്റേ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് വിചാരണ നടത്താൻ അയാളെ വിട്ടുകൊടുക്കാനിരിക്കെയാണ് മരണം. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നും ഹൃദയസ്തംഭനമാണെന്നും മരണകാരണത്തെപ്പറ്റി വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അയാൾ മരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അയാളിന് ഒരിക്കലും ബ്രദർ നമ്പർ 1 ആയിരിക്കില്ല. പിറ്റേന്ന് അതേ കാട്ടിൽ ഒരു കുഴികുത്തി ആ ശവശരീരം മൂടുമ്പോൾ കംബോഡിയയിലെ ജനന മരണ രജിസ്റ്ററിൽ ചേർത്തത് അയാളുടെ സലോത് സാർ എന്ന പേരാണ്. അമിതമായി പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ച, അമിതമായി അതിനെ സ്നേഹിച്ച, ഭയത്തെ വിശ്വസ്തതയായും നീതിയായും തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യരാക്ഷസൻ. ചരിത്രം അയാളെ പല പേരുകളിൽ വിളിക്കും. സ്വേച്ഛാധിപതി, രാക്ഷസൻ, ദർശനാത്മകൻ, കൊലയാളി. ഒരുപക്ഷെ അവയെല്ലാം സത്യമായിരിക്കാം. എന്തായാലും ലോകത്തെ മുഴുവനായി നശിപ്പിച്ച് പിന്നീടത് പുനർനിർമ്മിക്കാൻ സ്വപ്നം കണ്ട എണ്ണമറ്റ വിഡ്ഢികളിൽ ഒരാൾ മാത്രമായിരുന്നു അയാൾ.